ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, റീറ്റെയിൽ ചാറ്റ് പാറ്റേൺസ് ആൻഡ് ട്രാപ്സ്. പല ആളുകളും പല രീതിയിലുള്ള ചാറ്റ് പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാറ്റ് പാറ്റേൺസ് ഉണ്ട്. അപ്പം ഈ റീറ്റെയിൽ ചാറ്റ് പാറ്റേൺസിൽ ഉണ്ടാകുന്ന ട്രാപ്പ് കൂടുതലും കൺസേൺസ് വരുന്നത് എന്താണ്, ചാറ്റ് പാറ്റേൺസ് യൂസ് ചെയ്ത് ഞാൻ ട്രേഡ് ചെയ്യുന്നു, പക്ഷേ ഞാൻ ട്രാപ്പിലാകുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ എന്താണ് കൂടുതലും ഞാൻ ചാറ്റ് പാറ്റേൺസ് ഫോളോ ചെയ്യുമ്പം ഞാൻ ഫെയിൽ ആവാനാണ് ചാൻസ്. ഞാൻ എപ്പോഴും ഓരോ ചാറ്റ് പാറ്റേൺസ്, ഞാൻ പഠിച്ച ചാറ്റ് പാറ്റേൺസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ റീറ്റെയിൽ ചാറ്റ് പാറ്റേൺസിനെ നമ്മൾ ICTയുടെ അല്ലെങ്കിൽ ലിക്വിഡിറ്റീൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ചാറ്റ് പാറ്റേൺസ് നമ്മൾ റീഡ് ചെയ്യുന്നത്, എങ്ങനെ റീറ്റെയിൽ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 45 മിനിറ്റ്സ് ഡ്യൂറേഷൻ എന്തായാലും ഈ വീഡിയോ ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് തന്നെ മാറി കിട്ടാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ എന്തായാലും സഹായിക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. റീറ്റെയിൽ ചാറ്റ് പാറ്റേൺസ് ആൻഡ് ഇറ്റ്സ് ട്രാപ്സ്. ഓക്കെ, അപ്പോൾ പല ആളുകളും ചിലപ്പം ചാറ്റ് പാറ്റേൺസ് ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, അങ്ങനെ പല തരത്തിൽ ചാർട്ട്സ് നമുക്ക് ചാറ്റ് പാറ്റേൺസ് ഉണ്ട്. എപ്പോഴും മനസ്സിലാക്കണം, ഇതൊക്കെ റീറ്റെയിൽ ചാറ്റ് പാറ്റേൺസ് ആണ്. റീറ്റെയിലേഴ്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഒരു എൻട്രി ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ആണ് ഈ ചാറ്റ് പാറ്റേൺസ്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്രീഫായിട്ട് പറയുന്ന സമയത്ത് ഈ ചാറ്റ് പാറ്റേൺസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പം ഇത് ഉൾക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ ICTയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലിക്വിഡിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചാറ്റ് പാറ്റേൺസിനെ ഒന്ന് ബ്രീഫായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ചാറ്റ് പാറ്റേണിന് നമ്മളൊരു മീനിങ് ഡെഫിനിഷൻ വെച്ചാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ വായിക്കാം. എ ചാറ്റ് പാറ്റേൺ ഈസ് എ ഷേപ്പ് വിത്തിൻ എ പ്രൈസ് ചാർട്ട് ദാറ്റ് ഹെൽപ്സ് ടു സജസ്റ്റ് വാട്ട് പ്രൈസ് മസ്റ്റ് ഡു നെക്സ്റ്റ് ബേസ്ഡ് ഓൺ വാട്ട് ദേ ഹാവ് ഡൺ ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ചാറ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷനാണ്, ഒരു ഷേപ്പിലുള്ള ഒരു ഫോർമേഷനാണ് എന്ത് ചാറ്റ് പാറ്റേൺ. ഇതെന്താണ്, ഇറ്റ്സ് ഹെൽപ്സ് ടു സജസ്റ്റ് വാട്ട് പ്രൈസ് മൈ ഡു നെക്സ്റ്റ്. അടുത്തത് പ്രൈസ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. പ്രീവിയസ് നടന്ന എന്ന് വെച്ചാൽ എന്താണ്, ഡൺ ഇൻ പാസ്റ്റ്, പ്രീവിയസ്ലി നടന്ന ഇൻസിഡൻറ്റിൻ്റെ ബേസിൽ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ അടുത്തത് പ്രൈസിനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ട്രേഡേഴ്സ് എന്ത് ചെയ്യുന്നു, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ആ ഫോർമേഷനെയാണ് നമ്മൾ ചാറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈപ്സ് ഓഫ് ചാറ്റ് പാറ്റേൺസ്. ചാറ്റ് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പല രീതിയിൽ ചാറ്റ് പാറ്റേൺസ് ഉണ്ട്. ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ്, അസെൻഡിങ്, ഡിസെൻഡിങ്, പല രീതിയിലും ചാറ്റ് പാറ്റേൺസ്. അപ്പം ഇതൊക്കെ എന്താണ്, രണ്ട് തരത്തിലാണുള്ളത്. റിവേഴ്സൽ ചാറ്റ് പാറ്റേൺസും കണ്ടിന്യൂസ് ചാറ്റ് പാറ്റേൺസും ആണ് ഉള്ളത്. ഇനി നമ്മളെന്താണ്, കുറച്ച് ചാറ്റ് പാറ്റേൺസിനെ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഓക്കെ, ICTയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ICT എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മൾ ഇത്രയും ഒരു പ്ലേലിസ്റ്റ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ICTൻ്റെ ഒരു 75% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് ആ ഒരു ഫോർമേഷനിൽ തന്നെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ICTയുടെ ബേസിൽ, ലിക്വിഡിറ്റീൻ്റെ ബേസിൽ നമ്മൾ ചാറ്റ് പാറ്റേൺസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അപ്പോൾ ഫേമസ് ആയിട്ട് കുറച്ച് ചാറ്റ് പാറ്റേൺസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, എപ്പോഴും വരുന്നത് ഫേമസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ആളുകൾ ചെയ്തിട്ട് അത്യാവശ്യം ആളുകൾക്ക് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതായിട്ടുള്ള ചാറ്റ് പാറ്റേൺസ് ആയിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, അസെൻഡിങ്, വെഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ബ്രീഫായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹെഡ് ആൻഡ് ഷോൾഡറും ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോമൺലി ഏറ്റവും കൂടുതൽ ആളുകൾ എൻട്രിക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഒരു ചാറ്റ് പാറ്റേൺ ആണ് എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇതൊരു റിവേഴ്സൽ ചാറ്റ് പാറ്റേൺ ആണ്. ഓക്കെ, റിവേഴ്സൽ ചാറ്റ് പാറ്റേൺ ആണ്. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസ് മുകളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പ്രൈസ് താഴേക്ക് പോകുന്നു. അതുപോലെ എന്താണ്, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പറഞ്ഞാൽ പ്രൈസ് താഴേക്ക് വന്നിട്ട് ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാക്കി മുകളിലേക്ക് പോകുന്നു. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ പറയുമ്പോൾ മുകളിലേക്ക് പ്രൈസ് വന്നിട്ട് ഈ ഒരു രീതിയിൽ ആദ്യം എന്തുണ്ടാക്കും,
ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കും, പിന്നെ ഒരു ഹെഡ് ഉണ്ടാക്കും, പിന്നെ ഒരു റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കും. അതിനുശേഷം നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താവും, പ്രൈസ് താഴേക്ക് പോകും. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞ ചാറ്റ് പാറ്റേണിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം എന്താണ്, ഈ ഒരു രീതിയിലാണ്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കുമ്പോൾ എങ്ങനെയാണ്, ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് വരുന്നു, ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കുന്നു, അതിനുശേഷം ഒരു ഹെഡ് ഉണ്ടാക്കുന്നു, അതിനുശേഷം എന്താ കഴിഞ്ഞാൽ റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കുന്നു, അതിനുശേഷം റൈറ്റ് ഷോൾഡർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഈ ഒരു നെക്ക് ലൈൻ, ഈ നെക്ക് ലൈൻ എന്താണ്, ഒരു റെസിസ്റ്റൻസ് പോലെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുന്നു പ്രൈസ്. ഓക്കെ, അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ എന്താണ് ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഓക്കെ, ഒന്നുപാടി നോക്കുക. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഒരു അപ് ട്രെൻഡിൽ പോകുന്നു, ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കുന്നു, തിരിച്ച് താഴേക്ക് വരുന്നു, അതിനുശേഷം ഹെഡ് ഉണ്ടാക്കുന്നു, തിരിച്ച് താഴേക്ക് വരുന്നു, പിന്നെ റൈറ്റ് ഷോൾഡർ ഉണ്ടാകും, തിരിച്ച് താഴേക്ക് വരുന്നു. അപ്പോൾ തിരിച്ച് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആവുന്നു. ആ സപ്പോർട്ടിനെ നമ്മൾ എന്താ പറയുക, നെക്ക് ലൈന്. ഓക്കെ, ഇവിടെ ഈ ഒരു ഡോട്ട് ഇട്ട എന്താണ്, ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് ആൻഡ് ട്രെൻഡ് റിവേഴ്സൽ, ട്രെൻഡ് റിവേഴ്സ് ആവുകയാണ്. അപ്പോൾ അതെന്താ, നമ്മൾ റൈറ്റ് ഹെഡ് ആൻഡ് ഷോൾഡറിൽ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്, നെക്ക് ലൈൻ. ഈ നെക്ക് ലൈന്, ഇതിനെ നെക്ക് ലൈനോ എന്ത് വേണമെങ്കിൽ വിളിച്ചോ, എന്താണ്, ഞാനിതിനെ ഒന്നും വിളിക്കുന്നില്ല. ഓക്കെ, എൻ്റെ ഒരു ഇതിൽ ഇപ്പം ക്ലാസ്സിന് വേണ്ടിയിട്ട് നെക്ക് ലൈൻ. ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എൻട്രി എടുക്കണം. ഓക്കെ, എൻട്രി നമ്മളെ പഠിപ്പിച്ച് വെച്ചാൽ എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡറിൽ ലെഫ്റ്റ് ഷോൾഡർ, ഹെഡ്, റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കണം. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത്, റൈറ്റ് ഷോൾഡറിലോ ഹെഡിലോ ആണ് നമ്മൾ SL വെക്കേണ്ടത്. നമുക്ക് ആലോചിച്ച് നോക്കുക, എപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയാം. ഓക്കെ, ചില ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ എൻട്രി എടുക്കരുത്, കാരണം അഗ്രസീവായിട്ട് എൻട്രി എടുക്കരുത്, തിരിച്ച് പ്രൈസ് നെക്ക് ലൈനിലേക്ക് പോയിട്ട് റീടെസ്റ്റ് വരുമ്പോൾ എൻട്രി എടുക്കുക. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും എവിടെയാണ് എൻട്രി വരേണ്ടത്, നെക്ക് ലൈനിൽ എൻട്രി വരണം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് റൈറ്റ് ഷോൾഡറിൽ വെക്കണം. ഇനി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ചുകൂടി കാശുള്ള ടീമാണെങ്കിൽ ഹെഡിൽ വെക്കുക. ഹെഡിൽ വെച്ചാൽ എന്താണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്റ്റഡ് ആണ്. റൈറ്റ് ഷോൾഡറിൽ വെച്ചാലും പ്രൊട്ടക്റ്റഡ് ആണ്, പക്ഷേ ഹെഡ് കുറച്ചുകൂടി മുകളിലാണല്ലോ. അപ്പം SL കുറച്ചും പാടി മുകളിൽ വെക്കുമ്പോൾ സേഫാണ്. ഓക്കെ, നമ്മളെ പഠിപ്പിച്ചത് എന്താണ്, ഈ രീതിയിലാണ്. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നോക്കാം. ഒരു ഡൗൺ ട്രെൻഡിൽ വന്ന് ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി, അതിനുശേഷം ഹെഡ് ഉണ്ടാക്കി തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി, അതിനുശേഷം റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഇവിടെ എൻട്രി എടുക്കണം. SL എവിടെയാണ് വെക്കേണ്ടത്, റൈറ്റ് ഷോൾഡറിൽ SL വെക്കുക, ഹെഡിൽ വെക്കുക. ഇതാണ് നമ്മളെ പഠിപ്പിച്ച് വെച്ചത്. ഓക്കെ, നമ്മളെ പഠിപ്പിച്ച് വെച്ചതും നമ്മൾ ചെയ്യുന്നതും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എങ്ങനെ ഒരു ചാർട്ട് ബേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ചാറ്റ് പാറ്റേണിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്ട്രക്ചറിലൊന്നും അല്ല കാര്യങ്ങൾ. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു ഫോർമാഷനിൽ നോക്കുമ്പോൾ സിമ്പിളാണ് നമുക്ക് മനസ്സിലാവും, പക്ഷേ ചാർട്ട് പാറ്റേൺസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പ്രൈസ് മുകളിലേക്ക് വന്നു, ഇവിടെ എന്തുണ്ടാക്കി, ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി തിരിച്ച് താഴേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം ഹെഡ് ഉണ്ടാക്കി തിരിച്ച് താഴെ വന്നു. ഓക്കെ, പിന്നെ റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി തിരിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് എവിടെയാണ് പറഞ്ഞത്, കണ്ടല്ലേ, നെക്ക് ലൈൻ അഡ്രസ്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ് ബ്രേക്ക് ഔട്ട്, നമ്മൾ എൻട്രി എടുക്കേണ്ടത് എവിടെയാണ്, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ കണ്ടോ, ഈ ഒരു ഏരിയ സ്റ്റോപ്പ് എബോ റൈറ്റ് ഷോൾഡറിൻ്റെ മുകളിൽ SL വെക്കൂ. അത് പിന്നെ അത് അവിടെ എഴുതി നോക്കൂ, സ്റ്റോപ്പ് എബോ ഹെഡ്. അപ്പോൾ എന്താ, 2 SL വെക്കണ്ട. ഇത് സാധാരണ കുറച്ച് ക്യാഷുള്ള ടീമിന് എന്ന്. ഓക്കെ, ഇതെന്താണ്, കുറച്ചുകൂടി ക്യാഷുള്ള ടീമിന്. ഓക്കെ, നമ്മളെ പഠിപ്പിച്ച് വെച്ചത് എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത് എന്താണ്, ഈ സിസ്റ്റം, ഈ റീറ്റെയിൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്, സ്റ്റോപ്പ് ലോ എബോ ദ റൈറ്റ് ഷോൾഡർ, സ്റ്റോപ്പ് ലോസ് എബോ ദ ഹെഡ്. ഓക്കെ, അടുത്തെന്താണ്, ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതാ പ്രൈസ് താഴേക്ക് വരുന്നു, അതിനുശേഷം ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഹെഡ് ഉണ്ടാക്കി, റൈറ്റ് ഉണ്ടാക്കി. എവിടെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്, നമ്മൾ എൻട്രി എടുക്കേണ്ടത് ആ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക. SL എവിടെയാണ് വരേണ്ടത്, ഒന്നെങ്കിൽ റൈറ്റ് ഷോൾഡർ അല്ലെങ്കിൽ ഹെഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ പഠിപ്പിച്ച് വെച്ചത് എന്താണ്, ഇതാണ് നമ്മളെ പഠിപ്പിച്ചത്. അത് ഹെഡ് ആൻഡ് ഷോൾഡർ വെച്ചിട്ട് എങ്ങനെ പാറ്റേൺ നിങ്ങൾ ചെയ്യാമെന്ന് എവിടെ പോയി അടിച്ചു നോക്കിയാലും എല്ലാവരും ഇതന്നെ ഉള്ളൂ പറയുക. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ ഇതിന് ICTയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇനിയാണ് നമ്മൾ ICTയുടെ ലെവലിൽ നോക്കുന്നത്. ഓക്കെ, എന്താണ്, പ്രൈസ് മുകളിലേക്ക് വന്നു, ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഈ ഒരു ഏരിയയിൽ ഹെഡ് ഉണ്ടാക്കി തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു. ഇവിടെ എന്താണ്, റൈറ്റ് ഷോൾഡറും ഉണ്ടാക്കി. ഇവിടെയാണ് എന്താ, റീറ്റെയിലേഴ്സിനെ സെല്ല് ചെയ്യണമെന്ന് ഇൻസ്ട്രക്ഷനുള്ള ഏരിയ ഏതാണ്, ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് തിരിച്ച് മാർക്കറ്റ് റീടെസ്റ്റ് തന്നിട്ട് ഇതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് ഓർഡർ, എവിടെയായിരിക്കും ഉണ്ടാവുക,
ചിന്തിച്ച് നോക്കുക. ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവുക? കാരണം എന്താണ്, റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്നത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൽ റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്നത് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അവരോട് പറഞ്ഞത് എവിടെയാണ് വെക്കാനാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എവിടെ വെക്കാനാണ്? ഒന്നെങ്കിൽ റൈറ്റ് ഷോൾഡറിലോ അല്ലെങ്കിൽ ഹെഡിലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, എവിടെയാണ് സെല്ല് ചെയ്യുന്ന ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ആയിരിക്കും. ഓക്കെ, സെല്ല് ചെയ്യുന്ന ആളുടെ എക്സിറ്റ് ഓർഡർ അഥവാ അയാളുടെ ലിമിറ്റ് ഓർഡർ എന്തായിരിക്കും? ബൈ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് എവിടെ ഉണ്ടാവും? ഈ റൈറ്റ് ഷോൾഡറിൻ്റെ മുകളിലും ഹെഡിൻ്റെ മുകളിലും എന്താണ്? എസ് എൽ ഓർഡേഴ്സ്. ഇവിടെ റീറ്റെയിൽ സെല്ല് ചെയ്ത ആളുകളുടെ സെൽ ഓർഡേഴ്സാണ് റൈറ്റ് ഷോൾഡറിലും ഹെഡിലും ഉള്ളത്. ഓക്കെ, ഇപ്പം എന്ത് മനസ്സിലായി? ലിക്വിഡിറ്റി ഉള്ള ഏരിയകൾ ഏതാണ്? ഇതും ലിക്വിഡിറ്റിയാണ്, ഇതും ലിക്വിഡിറ്റിയാണ്. ഇൻ കേസ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി എടുത്തിട്ട് തിരിച്ച് താഴേക്ക് പോകും, അതാണ് ഹെഡ് ആൻഡ് ഷോൾഡറിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ച് താഴെ പോയി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് താഴേക്ക് വന്ന് ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, തിരിച്ച് മാർക്കറ്റ് പോയി, ഇവിടെ ടാപ്പ് ചെയ്തു, തിരിച്ചു വന്ന ഒരു ഹെഡ് ഉണ്ടാക്കി തിരിച്ചു വന്ന് ഇവിടെ സെയിം സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഒരു ടാപ്പ് കൂടി തന്നു. അപ്പം തന്നെ നമ്മൾ ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ആലോചിച്ച് തുടങ്ങും. ഓക്കെ, അതിന് ശേഷം എന്താണ്? ഇവിടെ റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി വന്നാൽ ഇവിടെ എന്താണ്? റീറ്റെയിലേഴ്സ് ബൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ റീറ്റെയിലറെ പഠിപ്പിച്ചത് തന്നെ ഇങ്ങനെ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ റീറ്റെയിലർ ബൈ ചെയ്ത ആളുടെ എസ് എൽ എന്തായിരിക്കും? സെൽ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെൽ ഓർഡേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? ഒന്ന് ചിന്തിച്ചാൽ മതി. റൈറ്റ് ഷോൾഡറിലോ ഹെഡിലോ ഈ സ്ഥലത്തായിരിക്കും കൂടുതൽ സെൽ ഓർഡേഴ്സ് ഉണ്ടാവുക. ഇൻ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരുന്നത് എന്തിനാണ്? ഈ രണ്ട് ലിക്വിഡിറ്റിയും, ഈ റൈറ്റ് ഷോൾഡറിൽ വെച്ച ലിക്വിഡിറ്റിയും ഈ ഹെഡിലും വെച്ച ലിക്വിഡിറ്റിയും എടുത്തു കഴിഞ്ഞതിന് ശേഷമേ പ്രൈസ് മുകളിലേക്ക് പോകൂ. ഓക്കെ, അടിക്കും. കാരണം എന്താ? താഴേക്ക് ലിക്വിഡിറ്റി ഉണ്ട്, എന്തായാലും പ്രൈസ് ഈ ഭാഗത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറൊക്കെ ഫെയിൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഇവിടെ ശരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് രണ്ടും എന്താണ്? ഈ റൈറ്റ് ഷോൾഡറും ഹെഡും എന്താണ്? ലിക്വിഡിറ്റി പൂൾ ഏരിയ ആണ്. കാരണം തന്നെ റീറ്റെയിൽ സെല്ല് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ റീറ്റെയിൽ ബൈ ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്താൽ എവിടെയായിരിക്കും ഉണ്ടാവുക? ഒന്നെങ്കിൽ റൈറ്റ് ഷോൾഡറിലോ അല്ലെങ്കിൽ ഹെഡിലോ, റൈറ്റ് ഷോൾഡറിലോ ഹെഡിലോ എസ് എൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി എസ് എൽ എങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്തിട്ട് എങ്ങനെയാണ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, ഈ ഒരു ചാർട്ടിലാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഏതെങ്കിലും ടൈപ്പ് ഹെഡ് ആൻഡ് ഷോൾഡർ നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു ഹെഡ് ആൻഡ് ഷോൾഡർ ഈ ഒരു ഫോർമേഷനിലാണല്ലോ ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, നമ്മൾ പഠിപ്പിച്ച് വെച്ചത് എന്താണ്? ഈ ഹെഡ് ആൻഡ് ഷോൾഡറിലെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഇവിടെ എൻട്രി എടുക്കണം. എസ് എൽ എവിടെയാണ് വെക്കണം? എസ് എൽ റൈറ്റ് ഷോൾഡറിലോ ഹെഡിലോ? ഓക്കെ, ഹെഡിലോ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു ലെവലിൽ നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് ഷോൾഡർ എപ്പോഴും ഈ ഒരു ലെവലിലല്ല. നമുക്ക് നിങ്ങൾ കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും. മാർക്കറ്റ് പോയി, ഈ ഒരു ലെവലല്ല, നമ്മൾ പാത്ത് യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നോക്കിക്കോ. ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആവുന്നത്, ഓക്കെ, ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ആയി, ഹെഡ് ക്രിയേറ്റ് ആയി, ഓക്കെ, റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ആയി, ബ്രേക്ക് ഔട്ടായി. കണ്ടോ? നമ്മൾ നേരെ ഒന്ന് എടുത്ത് മുന്നോട്ടേക്ക് വെക്കുകയാണെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞ പോലെ എന്താണ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, എവിടെയാണ് എൻ്റെ എസ് എൽ? ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്? എൻ്റെ റൈറ്റ് ഷോൾഡർ. ഓക്കെ, ഇതാണ് എൻ്റെ എസ് എൽ. ഓക്കെ, അപ്പം എനിക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി. കണ്ടല്ലോ നിങ്ങൾ, ബ്രേക്ക് ഔട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ്? ബ്രേക്ക് ഔട്ട് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ ട്രേഡ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കാൻഡിൽ ബ്രേക്ക് ഔട്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി, നെക്ക് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി. ഞാനിവിടെ എൻട്രി എടുക്കുകയാണ്. എസ് എൽ എവിടെ വെക്കണം എന്നാണ് പറഞ്ഞത്? നമ്മളുടെ റൈറ്റ് ഷോൾഡർ. എന്തായാലും ഈ ഹെഡിൽ വെക്കാൻ എനിക്ക് കഴിയില്ല, കാരണം അത് വളരെയധികം ഹ്യൂജ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എനിക്ക് കിട്ടുക. ഞാൻ റൈറ്റ് ഷോൾഡറിൽ വെച്ചു. നമുക്ക് എവിടെയാണ് എൻട്രി? നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ, ഈ ഒരു ലോയിൽ വെച്ചാൽ എനിക്ക് ഏകദേശം കിട്ടില്ല. അപ്പോൾ ഒരു 1:2 വേണ്ടിയിട്ട് ഞാൻ ഏകദേശം
ഈ ഒരു ലെവലിൽ 1:2 വെച്ച്. ഓക്കെ, എങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തത്. എനിക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ തന്നെ കിട്ടി. എങ്ങനെയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ഷോൾഡർ കിട്ടി, ഒരു ഹെഡ് കിട്ടി, ലെഫ്റ്റ് ഷോൾഡർ കിട്ടി. ലെഫ്റ്റ് ഷോൾഡറിന് നെക്ക് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുക്കുകയാണ്. ഓക്കെ, ഞാൻ പ്രോപ്പറായിട്ട് എങ്ങനെയാണോ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. ഓക്കെ 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 നോക്കൂ നിങ്ങൾ. ഇപ്പം എന്താണ്, ഇപ്പം ചാറ്റ് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് അഗ്രസീവായിട്ട് എടുത്തവരെ എൻട്രി ഏകദേശം ആയിട്ടുണ്ടാവും. ഇപ്പോൾ റിട്ടേൺ ആയിട്ട് നെക്ക് ലൈനിൽ തട്ടി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഏത് തരം ട്രേഡേഴ്സ് വന്നിട്ടുണ്ടാവും? റീടെസ്റ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടീമുണ്ട്. അവരെന്താ, അവർ കുറച്ച് നോക്കി കണ്ടാ കളിക്കുകയുള്ളൂ. ഇപ്പോൾ അവർ എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ICT പ്രകാരം എന്താണ്, ഇതിൻ്റെയും മുകളിൽ ലിക്വിഡിറ്റി അല്ലേ? ഓക്കെ, നോക്കിക്കോ. ഇപ്പോൾ ആരാ SL അടിച്ച്? SL അടിച്ച് റൈറ്റ് ഷോൾഡറിൽ SL വെച്ച. ഇപ്പം ഞാൻ SL റൈറ്റ് ഷോൾഡറിലാണ് വെച്ച, എൻ്റെ SL അടിച്ച്. ഓക്കെ, ഇപ്പം എന്തായി? ഇപ്പം ഹെഡിൽ വെച്ച ആളുടെയും SL അടിച്ച്. കണ്ടില്ലേ? ഞാൻ ഹെഡിൽ വെച്ചിരുന്നതിലും SL അടിച്ച്, റൈറ്റ് ഷോൾഡറിലും വെച്ച SL അടിച്ച്. നോക്ക് നിങ്ങൾ, കറക്റ്റ് പ്രോപ്പർ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്ക്, SL അടിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് തിരിയുന്ന കണ്ടില്ലേ? അപ്പം ഇതാണ് പറഞ്ഞത്, ഇതാണ് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡറിൽ ഉള്ള ഒരു ഇത്. നമുക്ക് വേറെ എക്സാമ്പിൾ കൂടി നോക്കാം. നിങ്ങൾ അടുത്ത ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, കണ്ടോ? എന്താണ്, നമുക്ക് ജസ്റ്റ് പാത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് വന്നിട്ട് ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഒരു ഹെഡ് ഉണ്ടാക്കി, ഒരു ലെഫ്റ്റ് ഷോൾഡറും ഉണ്ടാക്കി. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ പാറ്റേൺ ഫോമായി, ഒരു നെക്ക് ലൈൻ ഫോമായി. ഇനി എന്താണ് എന്നോട് പറഞ്ഞത്? നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എൻട്രി എടുക്കാൻ. ഓക്കെ, നെക്ക് ലൈന് ഏകദേശം ബ്രേക്കായി. ഓക്കെ, നിങ്ങൾ കണ്ട നെക്ക് ലൈൻ ബ്രേക്കായി. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ അപ്പ് ട്രെൻഡിൽ വന്നിട്ട് ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ട് താഴേക്ക് പോകുന്നതാണ്. നിങ്ങൾ കണ്ടോ, ഒരു അപ്പ് ട്രെൻഡിൽ ഫോം ചെയ്ത് നമുക്ക് നേരെ ഒരു എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമായി. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പാറ്റേണിൽ നമ്മളെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ പഠിപ്പിച്ചത് എങ്ങനെയാണ് ഹെഡ് ആൻഡ് ഷോൾഡറിന് സെല്ല് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ തന്നെ ഏകദേശം സെല്ല് ചെയ്തു. ഓക്കെ, സെല്ല് ചെയ്തായിട്ട് നോക്കുക. എൻ്റെ SL ഇവിടെ ആയിരിക്കും. എനിക്ക് വേണമെങ്കിൽ റൈറ്റ് ഷോൾഡറിൽ SL വെക്കാം. ഓക്കെ, ഞാൻ റൈറ്റ് ഷോൾഡറിൽ SL വെച്ചു, അല്ല SL ഏരിയ കണ്ടെത്തി. അതിനുശേഷം എൻ്റെ കയ്യിൽ ഹെഡിലും SL വെക്കാം. ഓക്കെ, അതിനുശേഷം എന്താണ്, ഹെഡിൽ ഞാൻ എന്തായാലും SL വെക്കില്ല, കാരണം SL കണ്ടില്ല നിങ്ങൾ, ഒരുപാട് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് SL ഹെഡിൻ്റെ അടുത്ത് വെച്ചു. ഹെഡിൻ്റെ അടുത്ത് വെക്കുമ്പോൾ 18 പോയിൻ്റാണ് എനിക്ക് നിഫ്റ്റിയിൽ വരുന്നത്. അതുപോലെ ഹെഡ് വെക്കുകയാണെങ്കിൽ 26 പോയിൻ്റ്. അതെനിക്ക് പറ്റില്ല. അത് ഒട്ടുമിക്ക ആളുകൾ ഹെഡിൻ്റെ മുകളിൽ SL വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്വിംഗ് ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വെക്കുമായിരിക്കും. പക്ഷേ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യം നിഫ്റ്റിയിൽ ഒരു 75 പോയിൻ്റൊക്കെ പറയുമ്പോൾ ഒരു വലിയതാണ്. അപ്പം ഞാൻ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഒരു ഹെഡിൻ്റെ മുകളിൽ വെച്ച്, നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും വെക്കുന്ന പോലെ. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ ടാർഗറ്റ് ഇവിടെ വെക്കുന്നു. എൻ്റെ ടാർഗറ്റ് പ്രൈസ് ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ എൻ്റെ SL, ഓക്കെ, ഈ ഒരു ലെവലല്ല, കുറച്ച് താഴ്ത്തിയിട്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ ഒരു 1:2 തന്നെ നമുക്ക് നോക്കാം. ഒരു 1:2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1:2. ഓക്കെ, നമ്മുടെ ലിക്വിഡിറ്റി പ്രകാരം എവിടെയാണ് നമ്മളുടെ ലിക്വിഡിറ്റി ഉള്ളത്? ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെഡിലും ഷോൾഡറിലും. പക്ഷേ പാറ്റേൺ പ്രൈസ് നമുക്ക് പെർഫെക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ബ്രേക്ക് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് തിരിച്ച് റിട്ടേൺ കയറുകയാണ്. ഓക്കെ ഓക്കെ നിങ്ങൾ നോക്ക്, പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ഹെഡ്, സോറി, ഞാൻ വെച്ച റൈറ്റ് ഷോൾഡറിൽ പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് റിവേഴ്സ് പോകുന്നു. ഓക്കെ, എന്തായി? സ്റ്റോപ്പ് ലോസ് അടിച്ച് ഞാൻ ലിക്വിഡിറ്റി ആയി. കാരണം അവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ലിക്വിഡിറ്റി ഉണ്ട്. റീറ്റെയിലേഴ്സിന് ഇതുപോലത്തെ ഒരു പാറ്റേൺ കിട്ടിയാൽ അവർ SL എവിടെ വെക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷന് നന്നായിട്ട് അറിയാം. ഓക്കെ, നോക്ക് നിങ്ങൾ, പ്രൈസ് ആ ഏരിയയിൽ തന്നെ ഒരു തുള്ളി മാർക്കറ്റ് താഴേക്ക് പോകുന്നില്ല. ഓക്കെ, ഇനി ആരെ നോക്കൂ, ഹെഡിൽ ഷോൾഡർ വെച്ച ആളുകളുടെ സ്റ്റോപ്പ് ലോസും അടിച്ചു. ഓക്കെ, ഞാൻ എവിടെയാണ് വെച്ചത്? ഞാൻ വെച്ച സ്റ്റോപ്പ് ലോസ് അടിച്ച്. ഇപ്പം ഹെഡിൽ വെച്ച ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം മാർക്കറ്റ് എടുത്ത്. അതിന് ശേഷം എന്തായി?
കണ്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഷോൾഡർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം, എസ് എൽ അടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാർക്കറ്റ് താഴേക്ക് പോവുകയാണ്. ഓക്കെ, ഒരു റിവേഴ്സൽ പോലെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ മനസ്സിലായില്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോമായി. ഞാനിവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി എടുത്ത് എൻ്റെ എസ് എൽ ഷോൾഡറിൽ വെച്ച എസ് എല്ലും അടിച്ചു, ഹെഡിൽ വെച്ച ആളുകളുടെ എസ് എല്ലും അടിച്ചു. ഓക്കെ, നമുക്ക് ഇനിയും എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഇത് ജൂൺ 6 നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂൺ 6 റീസെൻ്റ് ആയിട്ട് വന്ന ഒരു പാറ്റേൺ, റീസെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം വന്ന പാറ്റേൺ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ? കണ്ടോ? പാത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഹെഡ് ഉണ്ടാക്കി, ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഒരു ഹെഡ് ഷോൾഡർ ഉണ്ടാക്കി, ഒരു ഹെഡ് ഉണ്ടാക്കി, ഒരു റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി. ഓക്കെ, ഇത് പറയുമ്പം തന്നെ തെറ്റിപ്പോവാണ്. എന്തോ ഞാൻ കാര്യമായിട്ട് ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പം ഹെഡ് ആൻഡ് ഷോൾഡർ വന്ന്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയാണ് നമ്മളുടെ എൻട്രി വരേണ്ടത്. എസ് എൽ ഈ ഏരിയയിലും നമുക്ക് എന്താണ് എസ് എല്ലിൻ്റെ പോയിന്റ് ഒന്ന് നോക്കാം. എസ് എൽ വരേണ്ടത് എവിടെയാണ്? ഇതാണ് ഫസ്റ്റ് എസ് എൽ വരേണ്ടത്, റൈറ്റ് ഷോൾഡർ അല്ലെങ്കിൽ ലെഫ്റ്റ് ഷോൾഡർ. ഓക്കെ, ട്രേഡേഴ്സിൻ്റെ ചോയ്സാണ് ഇവിടെ എസ് എൽ വെക്കണമെന്ന്. ഓക്കെ, ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു എൻട്രി എടുക്കുകയാണ്, ഒരു ഷോട്ട്. കാരണം സെല്ല് ചെയ്യണമെന്നല്ലോ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച, അങ്ങനെയാണല്ലോ, സെല്ല് ചെയ്യണം. ഹെഡ് ആൻഡ് ഷോൾഡർ എന്നാൽ സെല്ല് ചെയ്യണം. ഓക്കെ, എസ് എൽ ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് ഷോൾഡറിന് മുകളിൽ വെച്ചു, ഹെഡിൻ്റെ മുകളിലും വെച്ചു. ഓക്കെ, എവിടെയാണ് വെക്കേണ്ടത്? ഞാൻ റൈറ്റ് ഷോൾഡറിൻ്റെ അടുത്തേ വെക്കുന്നു. എൻ്റെ കാശ് കുറവാണ്, എസ് എല്ലിനുള്ള കാശ് കുറവാണ്. 1:2 തന്നെ ഞാൻ എയിം ചെയ്യാണ്. 1:2. ഓക്കെ, 1:2. ഓക്കെ, കണ്ടോ? റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വന്നു. ഐ എം ഹാപ്പി. വരട്ടെ, പ്രൈസ് വരട്ടെ, പോയി 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 പോയല്ലോ. എസ് എൽ അടിച്ചു. പക്ഷെ എന്താണ്, നമ്മുടെ ഐ സി ടിയിൽ നോക്കുമ്പോൾ എന്താണ്, ഐ സി ടി ബേസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ, ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തു. ഓക്കെ, ഹെഡിൽ വെച്ച സ്റ്റോപ്പ് ലോസും അടിച്ചു. ഓക്കെ, ഹാപ്പി. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എന്തായിരുന്നു? ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഹെഡ് ഉണ്ടാക്കി, റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി, നമ്മളെ കൊണ്ട് ബ്രേക്ക് നമ്മളെ കൊണ്ട് ഇവിടെ എൻട്രി എടുപ്പിച്ചു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലും നമ്മളെ കൊണ്ട് വെപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂഷൻ പോയിട്ട് 2 സ്ഥലത്തെ സ്റ്റോപ്പ് ലോസും എടുത്തു. പിന്നെ മാർക്കറ്റിൻ്റെ പരിപാടിക്ക്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡറാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ ഇനി ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡറാണ്. ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാർ പാറ്റേണിൽ എന്താണ്, നിങ്ങൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ കണ്ടോ? ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, നമുക്ക് പാത്ത് വെച്ചിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നു. ഈ ഒരു രീതിയിൽ എന്താണ്, ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, ഹെഡ് ഉണ്ടാക്കി, അതുപോലെ നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ റൈറ്റ് ഷോൾഡർ ഉണ്ടാക്കി. പ്രൈസ് ആ ഒരു പൊസിഷനിൽ പ്രൈസ് നിൽക്കുകയാണ്. ഓക്കെ, പ്രൈസ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. ഇപ്പം എന്താണ്, ക്ലീൻ ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയല്ലോ. ഓക്കെ, എന്താണ് നമ്മളെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യുക, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കുക. എസ് എൽ ഇവിടെ വെക്കണം, റൈറ്റ് ഷോൾഡറിലോ അതോ ഹെഡിലോ. ഓക്കെ, ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ അവർ പറയുന്ന പോലെ തന്നെയാണ് അനുസരിച്ച് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ചെയ്ത സമയത്ത് എൻട്രി എടുത്തു. എസ് എൽ എവിടെയാണ് വെക്കുന്നത്? എസ് എൽ വെക്കുന്നത് ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ ഇതിന് താഴെ. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഓക്കെ, നമ്മുടെ റിസ്ക് ആപ്പറ്റൈറ്റ് വെച്ചിട്ട് എനിക്ക് റൈറ്റ് ഷോൾഡറിലെ വെക്കാൻ കഴിയൂ. ഞാൻ എൻ്റെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1:2 ആണ്. 1:2 എയിം ചെയ്തു. ഓക്കെ, കണ്ടോ? ആ ദിവസം കഴിഞ്ഞു. ഓക്കെ, ആ ദിവസം എന്തത്തോടെ കഴിഞ്ഞു. പ്രീവിയസ് ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് എവിടെയാണ്? റൈറ്റ് ഷോൾഡറിൽ എസ് എൽ വെച്ച ആളുകളുടെ ആ ഒരു ഏരിയയിൽ. ഓക്കെ, ഇപ്പോൾ എന്താണ്, ഒരു BTST എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇന്ന് വാങ്ങിയിട്ട് നാളെ രാവിലെ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇട്ട് കൊടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും? നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ ഒരു പാറ്റേൺ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്, മാർക്കറ്റ് കഴിയാൻ നേരമാണ് ഇതുപോലത്തെ ഒരു പാറ്റേൺ അവർ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവുന്നത്. നമ്മളിവിടെ എൻട്രി എടുത്തിട്ട് നമ്മൾ ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യും. സ്റ്റോപ്പ് ലോസ് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് തമ്പ് ഓഫ് റൂൾ പ്രകാരം നമ്മൾ ഇവിടെ തന്നെയാണല്ലോ വെക്കുക. ഓക്കെ, അപ്പോൾ അവർക്കറിയാം നാളെ ഒന്ന് ഗ്യാപ്പ് ഡൗൺ ആവുന്ന സമയത്ത് എന്താണ്, ഈ റൈറ്റ് ഷോൾഡറിൽ വെച്ച ആളുകളുടെ എസ് എൽ അടിക്കും, റൈറ്റ് ഷോൾഡറിലുള്ള എസ് എല്ലും അടിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞു.
ഓക്കെ, നമുക്ക് ഇൻവേർട്ടഡ് ആൻഡ് ഷോൾഡറിൻ്റെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചറിൽ നിങ്ങൾ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ കാണുന്നുണ്ടോ? അതാ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. പാത്ത് വെച്ച് നോക്കാം കറക്റ്റ് ആണോ എന്ന്. മാർക്കറ്റ് വന്നു, ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാക്കി, നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഹെഡ് ഉണ്ടാക്കി, നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്തു, ബ്രേക്ക് ഔട്ട് കിട്ടി. ഓക്കെ, ഇനി എന്താണ് നമ്മളുടെ റൂൾ ഓഫ് തമ്പ് പ്രകാരം എങ്ങനെയാണ്? നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക, റൈറ്റ് ഷോൾഡറിൽ ഹെഡിൽ SL വെക്കുക. ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞു തന്നാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ലോങ് പൊസിഷൻ എടുക്കുന്നു. SL വെക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്? റൈറ്റ് ഷോൾഡറിൽ, അതുപോലെ തന്നെ എന്താണ് ഹെഡിൽ ഞാൻ എന്താണ് റൈറ്റ് ഷോൾഡറിൽ വെച്ചു, വീണ്ടും 1:2 വെക്കുന്നു. ഓക്കെ, 1:2 വെക്കുന്നു. ഓക്കെ, ഞാൻ എൻട്രി പഞ്ച് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ കാത്തിരിക്കുകയാണ് SL ആണോ കിട്ടുന്നത്, സ്റ്റോപ്പ് ലോസ് ആണോ കിട്ടുന്നത്. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസും അടിക്കുന്നില്ല, ടാർഗറ്റും അടിക്കുന്നില്ല. ഓക്കെ, ഒരു റേഞ്ച് പോലെ കളിക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരു ഓപ്ഷൻ, നിങ്ങൾ ഓപ്ഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്, എസ്പെഷ്യലി നിങ്ങളൊരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ ഏകദേശം SL അടിച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീസൺ ഫോർ ദിസ് പാറ്റേൺ ഫെയിൽ. എന്തുകൊണ്ടാണ് ഹെഡ് ആൻഡ് ഷോൾഡറും ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറും ഫെയിലായി പോകുന്നത്? ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് പ്രീമിയം വാസ് ഡിസ്കൗണ്ട്. നമ്മൾ പഠിച്ച ഒരു കോൺസെപ്റ്റാണ്. സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്താൽ നമുക്കിവിടെ ഒരു റേഞ്ച് കിട്ടും. ഓക്കെ, ഈ റേഞ്ചിനെ നമ്മളൊരു ഫിബ് വെച്ചാൽ പ്രീമിയം വാസ് ഡിസ്കൗണ്ട് കിട്ടും. ഇവിടെ പ്രീമിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈ പ്രൈസ് ആയിട്ടുള്ള ഏരിയ ആണ് പ്രീമിയം. നോക്കുകയാണെങ്കിൽ എന്താണ് പ്രീമിയം എന്ന് പറയുന്നത്? ഹൈ പ്രൈസ് ആയിരിക്കും, HP ഹൈ പ്രൈസ് ആയിരിക്കും. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ലോ പ്രൈസ് ആയിരിക്കും. ഹൈ പ്രൈസിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സെല്ല്. ഓക്കെ, ഡിസ്കൗണ്ടിൽ എന്താണ്? ലോ പ്രൈസാണ്. അപ്പോൾ അവിടെ ആക്ച്വലി എന്താണ്? ബയ്യിങ് ആണ് കൂടുതൽ നടക്കാൻ ചാൻസ്. ഓക്കെ, ഫെയിൽ ആവുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? നമ്മൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്താണ്? സെല്ലല്ലേ ചെയ്യേണ്ടത്, ഇവിടെ സെല്ലല്ല ചെയ്യേണ്ടത്. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആവുന്നത് എവിടെയാണ്? ഡിസ്കൗണ്ട് ഏരിയയിലാണ്. ഓക്കെ, ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ലോ പ്രൈസുള്ള ഏരിയയിൽ, ബയ്യേഴ്സ് കൂടുതലുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ബൈ അവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബയ്യിങ് ആണ്. ആ ബൈ ഏരിയയിൽ വെച്ചിട്ടാണ് നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോം ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ കൊണ്ട് എൻട്രി എടുപ്പിക്കുന്നത്. അപ്പം ഡിമാൻഡ് സോണിൽ നമ്മളെ കൊണ്ട് സെല്ല് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ആലോചിച്ച് നോക്കുക, നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കുക. ഈ സാധനം ഫോം ആവുന്നത് എവിടെയാണ്? ഡിസ്കൗണ്ട് പ്രൈസിലാണ്. നമ്മൾ എത്രയോ ലോന്നാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, തിരിച്ച് മാർക്കറ്റ് മുകളിൽ ലിക്വിഡിറ്റി എടുത്ത് അങ്ങ് പോവും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് പ്രീമിയം സ്ഥലത്ത് എന്താണ്? പ്രീമിയം എന്ന് പറയുന്നത് ഹൈ പ്രൈസ് ആണ്. അവിടെ എന്താണ്? സെല്ലിങ്ങിനാണ് ചാൻസ് കൂടുതൽ. കാരണം അവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യും? നമുക്കൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ട് തരും. റീറ്റെയിൽ ബൈ ഇവിടെ വെക്കുക, ഇവിടെ സെല്ല്, ഇവിടെ സെല്ല്. ഓക്കെ, അപ്പം ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് എന്താണ് ഒരു ഡിസ്കൗണ്ടിലാണ് നമുക്ക് എന്ത് തരുന്നത്? ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആവുന്നത്. ഓക്കെ, ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? പ്രൈസ് ചീപ്പായിരിക്കും. അവിടെ ബയ്യേഴ്സിൻ്റെ ഏരിയ ആണ്. ബയ്യേഴ്സിൻ്റെ ഏരിയയിലാണ് നമുക്കൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഇട്ട് തരുന്നത്. നമ്മൾ ചാടി കയറി അത് ഫോം ചെയ്യുന്നു, എടുക്കുന്നു, SL അടിക്കുന്നു, ചാടി കയറുന്നു, SL അടിക്കുന്നു. ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റായി ചെയ്തുകൊണ്ട് നിൽക്കുക. നമ്മൾ ഇതിൻ്റെ ലോജിക്ക് ആരും ആലോചിക്കുന്നില്ല. ഓക്കെ, പ്രീമിയം ഏരിയയിൽ എന്താണ്? പ്രീമിയം ഏരിയയിൽ നിന്നാണ് ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ട് തരുന്നത്. ഏത് പ്രീമിയം ഏരിയയിൽ നിന്ന് സെല്ലിങ് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ട സ്ഥലമാണ് പ്രീമിയം ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ സെല്ലിംഗ് ആണ്. പക്ഷെ നമ്മൾ നോക്കുന്നത് എന്താ? നമ്മൾ പാറ്റേൺ നോക്കും, പാറ്റേൺ വന്നാൽ ബൈ ചെയ്യും. ഓക്കെ, റീസൺ ഫോർ ദ ഫെയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇപ്പം ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ മോശമാണെന്നല്ല പറഞ്ഞത്. ഹെഡ് ആൻഡ് ഷോൾഡറൊക്കെ നല്ല പാറ്റേൺ ആണ്. പക്ഷെ എന്താണ്? ലോവർ ടൈം ഫ്രെയിമിൽ ട്രാപ്പ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിലുള്ള പാറ്റേൺസിനെ നമ്പാൻ പറ്റൂ. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ കൂടുതലും ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രാപ്പ് ആയിരിക്കും. ഓക്കെ, പ്രീമിയം ഏരിയയിൽ വെച്ചിട്ട് നമുക്കൊരു എന്ത് ചെയ്യും? ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ട് തന്നാൽ നമ്മളിവിടെ ബൈ ചെയ്തോളും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ട്. അവർ ബൈ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മളായിട്ട് ചെയ്തു കൊടുക്കുകയാണ് ഇതിൽ.
ഓക്കെ. അപ്പോൾ റീസൺ ഫോർ ദ പാറ്റേൺ ഫെയിൽ, ഹെഡ് ആൻഡ് ഷോൾഡർ ഫെയിൽ ആവുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഏകദേശം പിടുത്തം കിട്ടിയ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അറിയാതെയാണ് നമ്മൾ ഓരോന്നിലും പോയി ചാടുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് പാനറ്റ്. പാനറ്റ് എന്തും വിളിക്കുക, പാനറ്റ്. പാനറ്റ് തന്നെ എന്ത് തരത്തിലുണ്ട്? ബുള്ളിഷ് പാനറ്റ് ഉണ്ട്, ബെയറിഷ് പാനറ്റ് ഉണ്ട്. ഓക്കെ. ബുള്ളിഷ് പാനറ്റ്, ബെയറിഷ് പാനറ്റ്. ബുള്ളിഷ് പാനറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് മുകളിലേക്ക് കയറി വന്നു, ഇവിടെ ഒരു റേഞ്ച്, ഓക്കെ, ഒരു ത്രികോണ ഷേപ്പിൽ നമുക്കൊരു പാറ്റേൺ തരികയാണ്. ഇതിനെ ഫ്ലാഗ് പോൾ എന്നാണ് പറയുന്നത്. എന്താണ്? കൊടീൻ്റെ കമ്പി, അല്ലെങ്കിൽ ഒരു കൊടീൻ്റെ കമ്പി പോലെ ഒരു ഫ്ലാഗ് പോൾ എന്നൊക്കെയാണ് ഇതിന് ഡെഫിനിഷൻ കൊടുത്തത്. ഓക്കെ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്തു? ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് പ്രൈസ് താഴേക്ക് വന്നു, അതുപോലെ ഇവിടെ വെച്ച് പ്രൈസ് മുകളിലേക്ക് കയറ്റി, ഇവിടെ വെച്ച് പ്രൈസ് താഴേക്ക് വന്നു, ഇവിടെ വെച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറ്റി. ഈ ഒരു രീതിയിൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെച്ചിട്ട് എൻട്രി എടുക്കണം. ഇതെവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ വെച്ച് എൻട്രി എടുക്കണം. എസ് എൽ എവിടെ വെക്കണം? എസ് എൽ ഇതിൻ്റെ താഴെ വെക്കാം, ഇതിൻ്റെ താഴെ വെക്കാം, ഇതിൻ്റെ താഴെ വെക്കാം. എന്നിട്ട് ടാർഗറ്റ്, ചിലർ ടാർഗറ്റ് പറയുന്നത് എന്താണ് അറിയോ? ഈ ഫ്ലാഗ് പോള് എത്രയാണ് ഉള്ളതെന്ന് മെഷർ ചെയ്യും. ഓക്കെ. ഫ്ലാഗ് പോള് മെഷർ ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് ഈ ഫ്ലാഗ് പോളിൻ്റെ മെഷർമെൻറ്റ് നേരെ മുകളിലേക്ക് ഇടും. ഓക്കെ. അതായിരിക്കും നമ്മളുടെ ടി പി, ടാർഗറ്റ് അതായിരിക്കും. ഇപ്പം എൻട്രി എന്താണ്? എൻട്രി ഇവിടെ എസ് എൽ ഇതിൻ്റെ ഏതെങ്കിലും അടി. എസ് എൽ നിങ്ങൾക്ക് കഴിയുന്നതും എന്താണ്? ഏറ്റവും താഴെ വെച്ചാൽ എസ് എൽ അടിക്കാൻ നോക്കാം. ഓക്കെ. ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ച് തരുന്നത്. ബെയറിഷ് പാനറ്റ് നോക്കുകയാണെങ്കിൽ എന്താ? മാർക്കറ്റ് താഴേക്ക് വരുന്നു, ഇവിടെ വെച്ച് ബയേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടെ വെച്ച് സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടെ വെച്ച് ബയേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടെ വെച്ച് സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടെ വെച്ച് ബയേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടുന്ന് സെല്ലേഴ്സ് ജയിക്കുന്നു. ആ ജയിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എൻട്രി എടുക്കുക. എസ് എൽ ഇതിൻ്റെ മുകളിലോ ഇതിൻ്റെ മുകളിലോ ഇതിൻ്റെ മുകളിലോ വെക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിക്വിഡിറ്റിയാണ് അവർ വെച്ച് തരുന്നത്. ഓക്കെ. അതുപോലെ ടാർഗറ്റ് എങ്ങനെയാണ്? ഈ ഫ്ലാഗ് പോളിൻ്റെ ലെങ്ത്ത് നോക്കുക, ഇവിടുന്ന് ഫ്ലാഗ് പോളിൻ്റെ ലെങ്ത്ത് താഴേക്ക് വെക്കുക. ഇതായിരിക്കും നമ്മളുടെ ടി പി. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാനറ്റിൻ്റെ ഇനി റിയലി നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്ന് അവർ നന്നായിട്ട് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ. ഇതെന്താണ്? ഇതൊരു ബുള്ളിഷ് പാനറ്റാണ്. ബുള്ളിഷ് പാനറ്റ്. ഇതൊരു ബെയറിഷ് പാനറ്റ്. ഓക്കെ. ഇതൊരു ബുള്ളിഷ് പാനറ്റ്. ഓക്കെ. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ഈ ഒരു ഏരിയയിൽ വെച്ച് മാർക്കറ്റ് സ്റ്റോപ്പ് ആവുന്നു. സ്റ്റോപ്പ് ആവുകയല്ല, ഇവിടെ വെച്ചിട്ട് ആ മൊമെൻറ്റം നിൽക്കുന്നു, തിരിച്ച് താഴേക്ക് വരുന്നു. ഇവിടെ നിന്ന് എന്താണ്? ബയേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടെ നിന്ന് എന്താണ്? തിരിച്ച് സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ബയേഴ്സ് പുഷ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്? ഈ ഒരു രീതിയിൽ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഏരിയയിൽ എന്ത് ചെയ്യണം നമ്മൾ? ഈ ഒരു ഏരിയയിൽ എന്താണ്? ഇത് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കണം. ഈ ഒരു പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെയാണ് എൻട്രി. സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെ. ഒരു കോമൺ സെൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു എസ് എൽ പ്ലേസ്മെൻറ്റും എൻട്രി പ്ലേസ്മെൻറ്റും. ഓക്കെ. നമ്മൾ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്? ഈ ഒരു ലെവലിൽ ഞാൻ എൻട്രി എടുക്കുന്നു. ഓക്കെ. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട. ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കുന്നു. എസ് എൽ ഞാൻ എവിടെയാണ്? ഈ ഒരു പുൾ ബാക്കിൻ്റെ താഴെയോ ഇതിൻ്റെ താഴെയോ എസ് എൽ വെക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ഫ്ലാഗ് പോളിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ടെന്ന് ഞാൻ മെഷർ ചെയ്യുന്നു. ആ മെഷർ ഞാൻ എൻട്രി എടുത്ത സ്ഥലത്തു നിന്ന് എടുക്കുന്നു. അവിടെ എൻ്റെ ടാർഗറ്റ്. ഓക്കെ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. എന്താണ്? മാർക്കറ്റ് വരുന്നു, താഴെ പോകുന്നു, മേലെ പോകുന്നു, താഴെ പോകുന്നു, ബ്രേക്ക് ഔട്ട് എവിടേക്കാണ് വരുന്നത് അവിടെ പോയി എൻട്രി എടുക്കുക. സിമ്പിൾ. താഴേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? എന്താണ്? പ്രൈസ് താഴേക്ക് വരുന്നു, ഈ ഒരു ഏരിയയിൽ വെച്ച് പ്രൈസ് നിൽക്കുന്നു, പ്രൈസ് മുകളിലേക്ക് വിടുന്നു, അവിടുത്തെ സെല്ലേഴ്സ് താഴ്ത്തുന്നു, ഇവിടുന്ന് ബയേഴ്സ് പൊക്കുന്നു, ഇവിടുത്തെ സെല്ലേഴ്സ് വീണ്ടും താഴ്ത്തുന്നു, അതിനുശേഷം സെല്ലേഴ്സ് ജയിക്കുന്നു. ഈ ഏരിയയിൽ വെച്ച് നമ്മൾ എൻട്രി എടുക്കണം. ഇതിൻ്റെ മുകളിലെ സെല്ല്, ഇതിൻ്റെ മുകളിലെ സെല്ല്. ഓക്കെ. ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ടും ഇതൊരു റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ. അപ്പം നമ്മളെന്താണ്? ഈ ഒരു ലെവൽ വന്നാൽ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ വന്നാൽ, ഒരു ബെയറിഷ് പാനറ്റ് വന്നാൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് താഴേക്ക് എടുക്കുക. ബുള്ളിഷ് പാനറ്റ് വരുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ലോജിക്ക്. ഓക്കെ. താഴേക്ക് എടുക്കുക. ഇനി എന്താണ്? നമുക്ക് ഇതിനെ ICTയുടെ കോൺസെപ്റ്റ് പ്രകാരം, ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? പ്രൈസ് മുകളിലേക്ക് പോയി, ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വരുന്നു. ഓക്കെ. ഇവിടുന്ന് പ്രൈസ് താഴേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിലുണ്ട്. ഓക്കെ. ഇവിടെ വെച്ചിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുമ്പം ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. ഓക്കെ. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വീണ്ടും താഴേക്ക് വരികയാണ്. ഇവിടെ എന്തുണ്ട്? ഇവിടെ വേറെ ലിക്വിഡിറ്റി ഉണ്ട്. എന്താണ്? സെല്ല് ചെയ്ത ആളുകളുടെ ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. ഇവിടെ ബൈ ചെയ്ത ഏരിയയുടെ ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ട്. ഓക്കെ. നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ രീതിയിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ഈ സൈഡിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ആക്ച്വലി റീറ്റെയിൽ എൻട്രി വരുന്നത് എവിടെയാണ്? ഈ ഒരു ഏരിയയിലാണ് എൻട്രി വരുന്നത്. എസ് എൽ വരുന്ന ഏരിയ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് എസ് എൽ വരുന്ന ഏരിയ. ഈ ഏരിയ എന്താണ്? ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഈ ഏരിയയിൽ മുഴുവൻ. ഓക്കെ. ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇതിന് മുഴുവൻ. ഓക്കെ. മാർക്കറ്റ് എന്ത് ചെയ്യും?
ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ കുറച്ച് മാർക്കറ്റ് മുകളിൽ പോയിട്ട് എന്തായാലും ഈ ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്, ലിക്വിഡിറ്റി കൂടുതലുള്ളത് ഈ ഏരിയയിലാണ്. ഈ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എവിടെ SL വെക്കുമെന്ന് ഒന്ന് കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ആലോചിച്ചാൽ മതി. ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടായിരിക്കും അവൻ്റെ SL. ഓക്കെ, ഇനി നമുക്ക് ബെയറിഷ് പാനറ്റ് നോക്കുകയാണെങ്കിൽ എന്താ, മാർക്കറ്റ് താഴേക്ക് വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി, അവിടുന്ന് താഴേക്ക് കൊണ്ടുപോയി, ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോയി, അവിടുന്ന് താഴേക്ക് കൊണ്ടുപോയി, ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് റീറ്റെയിൽ എൻട്രി ഇവിടെ വരും. സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെ ഭാഗത്തായിരിക്കും, ഈ ഭാഗത്തായിരിക്കും സ്റ്റോപ്പ് ലോസ്. പ്രൈസ് എന്ത് ചെയ്യും, കുറച്ച് താഴേക്ക് പോയിട്ട് ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞതിന് ശേഷം തിരിച്ചെന്ത് ചെയ്യും, പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് താഴേക്ക് പോകും അല്ലെങ്കിൽ മുകളിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി ബിൽഡപ്പാണ്. SL വെക്കുന്ന സ്ഥലം ഹണ്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, കറക്റ്റായിട്ട് എന്താണ്, ഒരു ബുള്ളിഷ് മോഡ്. നമുക്ക് നേരെ എന്താണ്, ഒരു ബുള്ളിഷ് പാനറ്റ് നോക്കുന്ന സമയത്ത് എന്താ, മാർക്കറ്റ് മുകളിൽ പോയി ഒരു ബുള്ളിഷ് പാനറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോയി എൻട്രി എടുക്കണം എന്നാണല്ലോ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ ആ ഒരു ഫോർമേഷൻ നടന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, എനിക്ക് ഒരു ലെവൽ കിട്ടി, അതുപോലെ തന്നെ ഒരു ലെവൽ കിട്ടി. ഓക്കെ, ഇനി ഫ്ലാഗ് പോൾ നോക്കാം. ഓക്കെ, ഫ്ലാഗ് പോളും കിട്ടി. ഓക്കെ, ഫ്ലാഗ് പോളും കിട്ടി. എന്താണ്, ഫ്ലാഗ് പോള് കിട്ടി, ഒരു കൺസോൾട്ടേഷൻ കിട്ടി. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലെവൽ കിട്ടി. ഇനി എൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ അപ്പം ഞാൻ എൻട്രി എടുക്കും. ഓക്കെ, എൻട്രി എടുത്തിട്ട് എൻ്റെ ടാർഗറ്റ് എവിടെയായിരിക്കും, ഈ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും എൻ്റെ ടാർഗറ്റ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫ്ലാഗ് പോളിൻ്റെ അതേ കൺജക്ഷൻ നമ്മൾ മുകളിലേക്ക് ഇടുകയാണ്. കണ്ടില്ലേ, കറക്റ്റ് മെഷർമെൻ്റ് ആണ്, പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് ആവാൻ. ഓക്കെ, ക്ലീൻ ബ്രേക്ക് ഔട്ട് നോക്കുക, നിങ്ങൾ ക്ലീൻ ആയിട്ട് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലോങ് പൊസിഷൻ എന്ത് ചെയ്യുന്നു, ഒരു ലോങ് പൊസിഷൻ ഇടുന്നു. SL ഞാൻ ഐഡിയലി ആയിട്ട് തന്നെയാണ് ഇടുന്നത്. കാരണം SL പറഞ്ഞു വെച്ചാൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചാൽ സേഫ്. ഓക്കെ, സേഫ്. താഴെ സെല്ല് വെച്ചു, എവിടെയാണ്, മുകളിൽ. ഓക്കെ, മുകളിൽ വെച്ചു. അപ്പോൾ പ്രോപ്പറായിട്ട് എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലാഗ് പാറ്റേണിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് എൻട്രി എടുക്കുന്നത്, ഒരു വ്യതിയാനവും ഇല്ല. ഓക്കെ, ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്തു, ഒരു കൺസോൾട്ടേഷൻ നടന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ, ഇവിടുത്തെ ബൈയിങ് പ്രഷർ, ഇവിടെ സെല്ലിംഗ് പ്രഷർ, ബൈയിങ് പ്രഷർ, സെല്ലിംഗ് പ്രഷർ, ബൈ. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എന്തായി, ബൈയേഴ്സ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുത്തല്ലോ. ഓക്കെ, എൻട്രി എടുത്തു, SL വെച്ചു, ടാർഗറ്റ് വെച്ചു, വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, മുകളിലേക്ക് പോകുന്നു. അടിപൊളി. ഓക്കെ, നിങ്ങൾക്ക് ഇതൊന്നും എന്താണ് ലോജിക്ക് മനസ്സിലായത്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു പാറ്റേൺ ഉണ്ടാക്കി. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഓക്കെ, ICT പ്രകാരം എന്താണ്, ഇവിടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ഇവിടെ സ്റ്റോപ്പ് ലോസേഴ്സ്, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. ഓക്കെ, ഇതെന്താണ്, ഇത് ബൈ സ്റ്റോപ്പ് ഏരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു. മാർക്കറ്റ് എന്ത് ചെയ്തു, ആദ്യം ബൈ സ്റ്റോപ്പ് ഏരിയ പോയിട്ട് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് താഴേക്ക് പോയി. അപ്പോൾ നമുക്ക് ഒരു ബുള്ളിഷ് പാനറ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഓക്കെ, നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഒരു ബുള്ളിഷ് പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, മാർക്കറ്റ് ബുള്ളിഷ് പോയി. ഓക്കെ, ഇതെന്താണ്, ഫ്ലാഗ് പോൾ എന്ന് പറയും. അതിനുശേഷം എന്താണ്, ഇവിടുത്തെ സെല്ലിംഗ് പ്രഷർ വന്നു, ബൈയിങ് പ്രഷർ വന്നു, സെല്ലിംഗ് പ്രഷർ വന്നു, ബൈയിങ് പ്രഷർ വന്നു, സെല്ലിംഗ് പ്രഷർ വന്നു, ബൈയിങ് പ്രഷർ വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഞാനൊരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്ത് എൻട്രി, ഒരു ബുള്ളിഷ് പാറ്റേൺ വന്നാൽ ഞാൻ ബുള്ളിഷ് എൻട്രി എടുക്കും. ഓക്കെ, ഞാൻ പഠിച്ചത് അതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ലൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ എൻട്രി എടുക്കാൻ നോക്കാം. ഓക്കെ, യെസ്, നമുക്ക് പ്രോപ്പർ എൻട്രിയാണ് വന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുക്കില്ല, ഞാൻ ഒന്ന് കുറച്ച് താഴ്ത്തി ഈ ഒരു ഏരിയയിൽ നിന്ന് വെച്ച് എൻട്രി എടുക്കും. കുറച്ച് താഴ്ന്നോട്ടോ, റീടെസ്റ്റ് എൻട്രിയാണ് ഞാൻ ഈ പ്രാവശ്യം പരീക്ഷിക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ SL എവിടെയാണ് വരിക, ഈ ഒരു ഏരിയയിൽ നമുക്ക് SL വെക്കാം, അതുപോലെ ഈ ഒരു ഏരിയയിൽ SL വെക്കാം. ഓക്കെ, SL ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഏരിയ, അതുപോലെ തന്നെ എന്താണ് എൻ്റെ അടുത്ത SL ഏരിയ, ഈ ഒരു ഏരിയ. ഓക്കെ, ഈ ഏരിയ ഞാൻ എന്ത് മനസ്സിലാക്കുകയാണ്, ഞാൻ എപ്പോഴും SL ടൈറ്റ് ആയിട്ടാണ് വെക്കുക, ഞാൻ കുറച്ച് ലൂസാക്കി വെക്കുകയാണ്. ഓക്കെ, ലൂസാക്കി വെക്കുക പറഞ്ഞാൽ കുറച്ച് കൂട്ടി വെക്കുക. ഓക്കെ, അപ്പോൾ SL എനിക്ക് 38 പോയിന്റ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, 1:2 കിട്ടണമെങ്കിൽ ഒരു 80 പോയിന്റ്. ഓക്കെ, 40 പോയിന്റ്, ഒരു 80 പോയിന്റ്, ഒരു 77 പോയിന്റ് ഞാൻ മുകളിൽ വെച്ചു. ഓക്കെ, നോക്കാം, മുകളിലേക്ക് പോകുന്നു. ഞാൻ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
ഓക്കെ, റീടെസ്റ്റ് വന്നാൽ ഞാൻ എൻട്രി എടുക്കും. ഓക്കെ, നോക്ക് നിങ്ങൾ, റീടെസ്റ്റിന് വന്ന് എൻട്രി എടുത്തു. ഇവിടെ നിന്ന് എൻട്രി എടുത്തവരുണ്ടാവും, ഇവിടെ നിന്ന് ഇപ്പോൾ കുറേ ആളുകൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടാവും. കണ്ടില്ലേ, റീടെസ്റ്റ് വന്ന സമയത്ത് ഈ ഒരു എൻട്രി ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്ത് എസ് എല്ലിൽ പ്രോപ്പറായിട്ട് ഈ ഒരു ലെവലിൽ വെച്ചു. ടാർഗറ്റ് 1:2. ഓക്കെ, ഈ ഏരിയയിൽ എന്താണ്, ഈ ഏരിയയിൽ അഗ്രസീവായിട്ട് ചെയ്ത ആളുകൾ എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഇവിടെ എന്താണ്, റീടെസ്റ്റ് എൻട്രി എടുക്കുന്ന ആളുകൾ ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഗുഡ്, അടിപൊളി. നോക്ക് നിങ്ങൾ, താഴേക്ക് പോയി. എന്താണ് ഇതിൻ്റെ ലോജിക്ക്? എന്താണ് ഇതിൻ്റെ ലോജിക്ക്? ICT പ്രകാരം ചിന്തിച്ച് നോക്കുക. നോക്കൂ, ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു. എല്ലാവരുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഭാഗത്തല്ലേ ഉണ്ടാവുക. ഇതാണ് ബൈ സ്റ്റോപ്പ് ഏരിയ. ബൈ സ്റ്റോപ്പ് ഏരിയന്ന് മാർക്കറ്റ് എന്താണ് മാനിപ്പുലേറ്റ് ചെയ്തു, ബൈ സ്റ്റോപ്സ് എല്ലാം എടുത്തു. ഇനി മാർക്കറ്റ് ഈ സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡിറ്റി ഉള്ളത് എവിടെയാണ്? ഈ ഏരിയ, ഞാൻ വെച്ച ഏരിയ. ഓക്കെ, ഞാൻ വെച്ച ഏരിയ, ഈ ഏരിയയ്ക്കല്ല സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ് പ്രൈസ് പിന്നെ എന്താണ്, പിന്നെ പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യും? ആ ലിക്വിഡിറ്റീസ് എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. ഓക്കെ, നമുക്കിപ്പോൾ ബുള്ളിഷ് പാനറ്റ് പറഞ്ഞത് ഇനി നമുക്ക് ബെയറിഷ് പാനറ്റിൻ്റെ 2 എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ബെയറിഷ് പാനറ്റ് കാണുന്നുണ്ടോ? ഓക്കെ, നമുക്ക് വരയ്ക്കാം, ബെയറിഷ് പാനറ്റ് വരയ്ക്കാം. എന്താണ്, ഓക്കെ, ഏകദേശം അല്ലേ, റെഡിയാണ്. ഓക്കെ, എങ്ങനെയാണ്? പ്രൈസ് മുകളിൽ നിന്ന് താഴേക്ക് വന്നു, ഇവിടെ നിന്ന് ബയ്യേഴ്സ് തിരിച്ച് കയറ്റി, ഇവിടെ നിന്ന് സെല്ലേഴ്സ് തിരിച്ച് കയറ്റി, ഇവിടെ നിന്ന് ബയ്യേഴ്സ് തിരിച്ച് കയറ്റി, ഇവിടെ നിന്ന് സെല്ലേഴ്സ് തിരിച്ച് കയറ്റി, ഇവിടെ നിന്ന് ബയ്യേഴ്സ് തിരിച്ച് കയറ്റി, ഇവിടെ നിന്ന് സെല്ലേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ തിരിച്ച് കയറ്റിയ സെല്ലേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ ഒരു ഏരിയയിൽ. ഇവിടെ നിന്ന് തിരിച്ച് കയറ്റിയൊക്കെ ബയ്യേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ഒരു ഏരിയയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നിന്ന് ബൈ ചെയ്തല്ലോ, സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ ഇതിൻ്റെ താഴെയായിരിക്കും, ഇതിൻ്റെ ആയിരിക്കും. ഇവിടെ നിന്ന് ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ. അപ്പോൾ എന്താണ്, ഈ ഏരിയയിൽ ബൈ സ്റ്റോപ്പ് ഏരിയാസ് ഉള്ള ഏരിയ പറഞ്ഞാൽ ഇതും ഇതുമാണ്. ഓക്കെ, ഇത് നമ്മൾ ICT കോൺസെപ്റ്റാണ്, നമുക്ക് റീറ്റെയിൽ ലോജിക്കിൽ ചിന്തിക്കുക. ഓക്കെ, എന്താണ്, താഴേക്ക് ബ്രേക്ക് വരുമ്പോൾ ഞാനൊരു എൻട്രി എടുക്കും. ഓക്കെ, നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് ഒരു താഴേക്ക് എൻട്രി വരുമ്പോൾ ഞാൻ ഷോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ വെച്ച് എൻട്രി എടുക്കുന്നു. SL എവിടെയാണ് വെക്കേണ്ടത്? നമ്മൾ SL ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വെക്കുകയാണ് എന്ന് വെച്ചാൽ ലോജിക്കലി ഈ ഒരു ഇതിൻ്റെ മുകളിൽ, ഈ ഒരു സ്വിങ് ഹൈൻ്റെ മുകളിൽ. ഓക്കെ, ഈ ലോൻ്റെ മുകളിൽ വെക്കുന്നു. എനിക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് 98 പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 1:2 ആയിട്ട് ഒരു 200 പോയിൻ്റ് ഒന്നുമില്ല, എത്രയാണ് റിസ്ക് എടുക്കുന്നത് അതിൻ്റെ ഒരു ഇരട്ടി, 1:2. ഓക്കെ, നോക്കാം. ഓക്കെ, താഴേക്ക് പോകുന്നു, ഹാപ്പി. ഓ, ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ച്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ച്. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച്. ആരൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച്? ഇവിടെ സെല്ല് വെച്ച വേണ്ടിയും അടിച്ച്, ഇവിടെ സെല്ല് വെച്ച വേണ്ടിയും അടിച്ച്, ഇവിടെ സെല്ല് വെച്ച വേണ്ടിയും വെച്ച്. ഓക്കെ, അതുപോലെ തന്നെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച വേണ്ടിയും അടിച്ച്. കാര്യം മനസ്സിലായല്ലോ? ഇപ്പം എന്താണ്, സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ്, പിന്നെ പ്രൈസ് താഴേക്ക് പോകും. പ്യുവർ ലിക്വിഡിറ്റി ഹണ്ട്, ഇതാണ് പ്യുവർലി ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പ്രൈസ് താഴേക്ക് വരുമ്പോൾ എന്താണ്, ഇവിടെയൊക്കെ ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ട്രിഗർ ചെയ്ത്, അതിനുശേഷം പിന്നെ എവിടെയാണ്, സെല്ല് ചെയ്തവന്മാരെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഈ ഒരു ഏരിയയിൽ. ആ രീതിയിലും ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, പാറ്റേൺ ഫെയിലായി. എന്താണ് ഇതിനെ നമ്മൾ വിശേഷത്തോടെ വിളിക്കുന്ന പേരെന്താണ്? ബുള്ളിഷ് ബെയറിഷ് പെനറ്റ്. ഓക്കെ, ബെയറിഷ് പെനറ്റിൽ ഞാൻ ട്രാപ്പായി. ഓക്കെ, ഞാൻ ലിക്വിഡിറ്റി ആയി. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് വന്ന്, ഓക്കെ, മാർക്കറ്റ് ഹൈ ആയിട്ടാണ് ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഒരു പെനറ്റ് ഫോം ആവുന്നുണ്ട്. കണ്ടല്ലേ, ഈ ഒരു പെനറ്റ് ഫോം ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, പെനറ്റ് ഈ ഒരു രീതിയിൽ പെനറ്റ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വിശ്വസത്തോടെ വിളിക്കുന്ന പെനറ്റ് ഫോം ആയിട്ടുണ്ട്. മുകളിലേക്ക് എടുക്കണോ താഴേക്ക് എടുക്കണോ? എവിടേക്കാണ്? താഴേക്ക് വരാനായിരിക്കും ചാൻസ്. ഓക്കെ, കാരണം മാർക്കറ്റ് താഴേന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ താഴേക്കാണല്ലോ. ഓക്കെ, നമുക്ക് ബെയറിഷ് പാനറ്റ് ആയിട്ട് തന്നെ കൂട്ടാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബെയറിഷ് ബ്രേക്ക് ഔട്ട് ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുക്കും. ഓക്കെ, ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ചെയ്തു. എവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്? സോറി, ഞാൻ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ പഠിപ്പിച്ച് വെച്ച ഏരിയ. ഈ ഒരു ഏരിയയിൽ വെക്കാം, ഈ ഒരു ഏരിയയിൽ വെക്കാം, ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ വെക്കാം. ഓക്കെ, ഞാൻ വെച്ചു. ഓക്കെ, അപ്പോൾ എത്രയാണ്, 22 പോയിൻ്റ് SL വരുമ്പോൾ തന്നെ നമ്മൾ ടാർഗറ്റ് ഒരു 1:2. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെക്കുന്നു. ഓക്കെ, എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു, ടാർഗറ്റ് വെച്ചു. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ടാർഗറ്റ്.
അടിപൊളി. എന്താണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി? എന്താണ് കാരണം? കാരണം എന്താണ്? കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പാനറ്റ് വരുന്ന സമയത്ത് ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു, ഇവിടുന്ന് സെല്ല് ചെയ്തു. ഇവരൊക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? മുകളിലായിരിക്കുമല്ലോ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ താഴേക്ക് ഒരു ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സ് ചാടി കയറി എൻട്രോ എടുക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റിനെ മുകളിലേക്ക് കയറ്റി. ഓക്കെ, നമ്മളുടെ സെല്ല് അടിപ്പിച്ചു. ഇനി റീസൺ ഫോർ ദ പാറ്റേൺ ഫെയിൽ. ഈ പാറ്റേൺ ഫെയിൽ ആവുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു ഈ ഒരു എന്താണ് ഈ ഒരു പെനറ്റ് ഫെയിൽ ആവുന്നതിൻ്റെ കാര്യം എന്താണ്? പെനറ്റ് ഫെയിൽ ആവുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. നമുക്കൊരു ബുള്ളിഷ് പെനറ്റ് നമുക്ക് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഒരു പ്രീമിയം ഏരിയയിലായിരിക്കും ഒരു ബുള്ളിഷ് പെനറ്റ് ഫോം ചെയ്യുന്നത്. പ്രീമിയം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ മുകളിലായിരിക്കും. ഓക്കെ, ഏറ്റവും മുകളിലായിരിക്കും. അവിടെ എന്താണ്? ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് സെല്ലായിരിക്കും. പക്ഷെ നമുക്ക് വരുന്ന പാനറ്റ് എന്തായിരിക്കും? ബുള്ളിഷാണ്. കാരണം നമ്മൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും നോക്കുന്നില്ല. നമുക്ക് ബുള്ളിഷ് പാനറ്റ് വന്നാൽ ബുള്ളിഷ് എൻട്രി, ബെയറിഷ് പാനറ്റ് വന്നാൽ ബെയറിഷ് എൻട്രി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കും നമുക്ക് എന്ത് വരിക? ഒരു ബെയറിഷ് പെനറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് വിപരീതമായിട്ട്, അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഈ പാനറ്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും സുഖം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഫേമസ് ചാറ്റ് പാറ്റേൺ ആണ് ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ്. ഓക്കെ, ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ് ഒരു എന്താ പറയുക, ഫേമസ് ആയിട്ടുള്ള ഒരു ചാറ്റ് പാറ്റേൺ ആണ്. ഓക്കെ, എന്താണ് ഇതിൽ ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? താഴെ 2 ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു പ്രൈസ്. ഓക്കെ, പ്രൈസ് ആദ്യം മുകളിൽ നിന്ന് താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോകുന്നു. അതുപോലെ തന്നെ അതേ ലോയിൽ തന്നെ മാർക്കറ്റ് ഇവിടെ വരുന്നു, തിരിച്ച് മാർക്കറ്റ് പോകുന്നു. ഓക്കെ, ഇവിടെ എന്താണ്? ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? ഒരു റിവേഴ്സൽ എടുക്കുന്നു. അവിടെ ഈ ഒരു ഏരിയനെ നെക്ക് ലൈൻ എന്ന് പറയുന്നു. ഈ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. എസ് എൽ എവിടെയാണ് വെക്കേണ്ടത്? ഡബിൾ ബോട്ടത്തിൻ്റെ താഴെയാണ് എസ് എൽ വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ബൈ ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യും? ഇവിടെ ബൈ ചെയ്യുന്ന ഒരാളുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? സെൽ ഓർഡർ എവിടെയായിരിക്കും? ഡബിൾ ബോട്ടത്തിൻ്റെ താഴെ. അതുപോലെ തന്നെ എന്താണ്? ഒരു ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിൽ വരുന്നു. ഇവിടെ ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, താഴെ വരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, താഴെ വരുന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുന്നു. എസ് എൽ ഇവിടെ വെക്കണം എന്നാണ് പഠിപ്പിച്ച് തരുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് എസ് എൽ വെക്കുന്നു. ഓക്കെ, ടാർഗറ്റ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ്. ഇതൊരു റിവേഴ്സൽ ചാറ്റ് പാറ്റേൺ ആണ്. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, മുകളിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അതുപോലെ ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? താഴേന്ന് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് 2 ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു. ഓക്കെ, ഇതാണ് ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ്. നമ്മൾ എന്ത് ചെയ്യുക? ഇനി ചാർട്ട് വൈസ് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? മാർക്കറ്റ് മുകളിലേക്ക് വരുന്നു. ഓക്കെ, മുകളിലേക്ക് വരുന്നു, ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വരുന്നു, സെക്കൻഡ് ടോപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, താഴേക്ക് വരുന്നു. അതൊക്കെ ഈ ഒരു ഏരിയനെ നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുന്നു. നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ ഏരിയ നോക്കൂ, പ്രൈസ് ഡ്രോപ്സ് ഡൗൺ, പ്രൈസ് താഴേക്കാണ് പോകുന്നത്. ഓക്കെ, എന്ത് ചെയ്യണം? ഇവിടെ എൻട്രി എടുക്കണം. അതുപോലെ എസ് എൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട എവിടെയാണ്? ഫസ്റ്റ് ടോപ്പും സെക്കൻഡ് ടോപ്പും ക്രിയേറ്റ് ആയപ്പോൾ ഇവിടെ എന്ത് നമ്മൾ ക്രിയേറ്റ് ആയി? ഇവിടെ ഒരു റെസിസ്റ്റൻസിന് ക്രിയേറ്റ് ആയി. റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ എസ് എൽ വെക്കേണ്ടത്. റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് എസ് എൽ വെക്കേണ്ടത്. ഓക്കെ, എസ് എൽ വെക്കേണ്ട ഏരിയ മറക്കരുത്. ഓക്കെ, റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് വെക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണല്ലോ പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രൈസ് താഴേക്ക് പോയി ഫസ്റ്റ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലേക്ക് പോയി സെക്കൻഡ് ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എൻട്രി എടുക്കണം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞിരുന്നത് എന്താണ്? സെക്കൻഡ് ടോപ്പും നമ്മുടെ ബോട്ടം തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഈ ഏരിയയിലൊക്കെ ആയിട്ട് വെക്കുക. ഓക്കെ, എൻട്രി എടുക്കുക, ടാർഗറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫിക്കലി നമ്മളെ പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, ICTയുടെ ലെവലിൽ നോക്കുമ്പോൾ എന്താണ്? ഓക്കെ, ഇനി ICTയിലൊക്കെ ലെവലിൽ നോക്കുമ്പോൾ എന്താണ്? പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലേക്ക് പോകുന്നു, ഒരു ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, തിരിച്ച് താഴേക്ക് വരുന്നു.
ഈ ഏരിയയിൽ എന്താണ് സെല്ല് ചെയ്ത ആളുകൾ തിരിച്ച് താഴേക്ക് സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ്, സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് ബൈ ഓർഡേഴ്സ് ആണ്. അതുകൊണ്ട് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്താണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവും. ലിക്വിഡിറ്റി കണ്ട നിങ്ങൾ, ലിക്വിഡിറ്റി ഇവിടെ എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കും. ഷോർട്ടിങ് എൻട്രി അഗ്രസീവ് ആയിട്ടോ റീടെസ്റ്റ് ആയിട്ടോ എൻട്രി എടുക്കും. ഓക്കെ, റീറ്റെയിൽ എൻട്രിയാണ്. അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെയായിരിക്കും, ഈ ഒരു ഏരിയൻ്റെ മുകളിലായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. എങ്ങനെയാണ് കോമൺലി നോക്കുകയാണെങ്കിൽ എന്താണ് ഈ നമ്മൾ ടോപ്പ് ബോട്ടത്തിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാകും. പ്രൈസ് എന്ത് ചെയ്യും, തിരിച്ചെന്ത് ചെയ്യും, ലിക്വിഡിറ്റി ആവശ്യം വരുമ്പോൾ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വന്നിട്ട് ഇവിടുത്തെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോകും. അതുപോലെ എന്താണ് ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ എന്താണ്, ഡബിൾ ബോട്ടം എന്ന് പറയുമ്പോൾ പ്രൈസ് താഴേക്ക് വന്നിട്ട് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു, തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോകുന്നു, രണ്ടാമത് അതേ ടോപ്പിൽ ബോട്ടത്തിൽ വരുന്നു, തിരിച്ച് മാർക്കറ്റ് പോകുമ്പോൾ ഈ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ അഗ്രസീവ് ആയിട്ടുള്ളവർ എൻട്രി എടുക്കുന്നു. ഇവിടെ തിരിച്ച് താഴേക്ക് വന്നിട്ട് കുറച്ച് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് റീടെസ്റ്റ് ട്രേഡേഴ്സ് എൻട്രി എടുക്കുന്നു. ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൽ ഓർഡേഴ്സ് ആണ്. സെൽ ഓർഡേഴ്സ് കൂടുതൽ എവിടെയാണ്, ഡബിൾ ബോട്ടത്തിൻ്റെ താഴെയായിരിക്കും സെക്യൂർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. അതുകൊണ്ട് SSL സെൽ സൈഡ് ലിക്വിഡിറ്റി എവിടെയായിരിക്കും, ഇതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഇനി ഫെയിലാവുന്ന കാഴ്ചകൾ നമുക്ക് ചാർട്ടിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡബിൾ ടോപ്പ് നോക്കാം. പാത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് ഡബിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഈ ഏരിയയിൽ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് താഴേക്ക് പോകുന്നതാണ് ടോപ്പ്. ഓക്കെ, ഡബിൾ ടോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നിട്ട് പ്രൈസ് മുകളിലേക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് 2 ടോപ്പ് തന്നു. ഓക്കെ, ഡബിൾ ടോപ്പ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്. ഓക്കെ, നോക്കൂ നിങ്ങൾ, പെർഫെക്റ്റ് അല്ലേ ടോപ്പ്, പെർഫെക്റ്റ് ആണ് ടോപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിനെയാണ് നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇതിനെ ഒരു 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 എന്താ പറയുക, ഒരു സപ്പോർട്ട് എന്ന് പറയുക. അപ്പോൾ ഈ സപ്പോർട്ട് ഉടയുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ താഴേക്ക് എൻട്രി എടുക്കും. ഓക്കെ, നമുക്ക് നോക്കാം താഴേക്ക് എൻട്രി എടുക്കുക. കാരണം എന്താ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ബോട്ടം എപ്പോഴും എങ്ങനെയാണ്, മുകളിലേക്ക് പ്രൈസ് പോയി അവിടെ നിന്നാണ് ഈ പാറ്റേൺ വന്നത്. അപ്പോൾ എന്താണ് നമ്മൾ റിവേഴ്സിലാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു പാറ്റേൺ ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു താഴേക്ക് ഒരു എൻട്രി എടുക്കും. എൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഇതിൻ്റെ മുകളിലായിരിക്കും. ഓക്കെ, ഓക്കെ, പ്രൈസ് എന്താണ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമ്മളുടെ ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ബോട്ടം, സെക്കൻഡ് ബോട്ടം. ഓക്കെ, ഇത് നോക്കണ്ട, തിരിച്ച് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഞാൻ എന്താണ് എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത സമയത്ത് എൻ്റെ എൻട്രി ഞാൻ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക, ടോപ്പ് ഇവിടെ വെക്കാം എനിക്ക്. ഓക്കെ, ലോജിക്കലി ഇവിടെ വെക്കാം. പക്ഷെ അത് നമ്മുടെ ബോട്ടത്തിൻ്റെ ബേസിൽ എങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ബോട്ടം എവിടെയായിരിക്കും, നമ്മുടെ ബോട്ടം എന്ന് പറയുന്നതിൻ്റെ മുകളിൽ. ഓക്കെ, ഡബിൾ ബോട്ടത്തിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ എവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, ഈ ഏരിയയിൽ വെക്കുമ്പോൾ 50 പോയിന്റ് വരുമ്പോൾ ഒരു 100 പോയിൻ്റേക്ക് ഞാൻ താഴേക്ക് സെല്ല് എൻ്റെ ടാർഗറ്റ് വെക്കണം. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് വന്നു. അവിടെ നമുക്കൊരു ഡബിൾ ടോപ്പ് വന്നു. ഡബിൾ ടോപ്പിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുത്തു. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു ദിവസം കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ദിവസം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ആ ദിവസം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഈ ഒരു ഡേ കഴിയുന്നതിന് മുന്നെയാണ് നമുക്കൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്തത്. പ്രീവിയസ് ഡേയിൽ എന്തായി, ഈ ബോട്ടം ഐഡൻറ്റിഫൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. മാർക്കറ്റ് എന്താണ്, ഈ ഡബിൾ ബോട്ടം ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഇതിൻ്റെ മുകളിലായിരിക്കും സ്റ്റോപ്പ് ലോസ്. കണ്ടോ, സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്തതിന് ശേഷം എന്തായിരിക്കും, പിന്നെ പ്രൈസ് താഴേക്ക് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്താണ് ആക്ച്വലി എന്താണ് പ്രൈസ് റിവേഴ്സായി. ഓക്കെ, പ്രൈസ് റിവേഴ്സായി. ഓക്കെ, പ്രൈസ് റിവേഴ്സായി. നമുക്ക് എന്താണ്, നമുക്കൊരു ബോട്ടം തന്നു, ഇവിടെ ഒരു ബോട്ടം തന്നു, നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തു. SL എവിടെയാണ്, ഇവിടെ. ഓക്കെ, ആക്ച്വലി നമ്മൾ ICT ലെവലിൽ നോക്കുമ്പോൾ എന്താണ്, ഇതിൻ്റെ മുകളിലൊക്കെ ലിക്വിഡിറ്റി പൂളായിരിക്കും. എന്താണ്, ഒരുപാട് പേരെ സെൽ ഓർഡേഴ്സ് ഇതിൻ്റെ മുകളിലുണ്ടാവും. ആ ഓർഡേഴ്സ് എല്ലാം മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോയി. നമ്മളത് കാണുമ്പോൾ എന്താണ്, ഓക്കെ, അപ്പോൾ പ്രൈസ് മുകളിലേക്ക് വന്നതാണ്. മുകളിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്തു, താഴേക്ക് വന്നു, തിരിച്ചു അടുത്ത ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഒരു എന്ത് ക്രിയേറ്റ് ആയി, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ആയി. പ്രൈസ് മുകളിലേക്ക് വന്നിട്ട് കേട്ടോ, ഫസ്റ്റ് ബോട്ടം ക്രിയേറ്റ് ചെയ്തു, നെക്ക് ലൈൻ ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ബോട്ടം ക്രിയേറ്റ് ചെയ്തു, നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, ബ്രേക്ക് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇവിടെ അഗ്രസീവായിട്ട് എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് വന്നിട്ട് താഴേക്കുള്ള ഒരു എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാം. ഓക്കെ,
എൻ്റെ എസ് എൽ എവിടെയായിരിക്കും ഉണ്ടാവേണ്ടത്? ഈ ഏരിയയിലാണ്. ICT പ്രകാരം SS സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അഥവാ ലിക്വിഡിറ്റി ഉള്ള ഏരിയ ഇതാണ്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് പ്രൈസ് ഒന്ന് കൺജക്റ്റഡ് ആയിക്കോട്ടെ. ഓക്കെ, പ്രൈസ് ഒന്ന് മുകളിലേക്ക് കയറിയ സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു എൻട്രി എടുത്തു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ SL വെക്കാൻ ഒരു ലോജിക്കൽ SL വെക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ലോജിക്കലി എൻട്രി എക്സാമ്പിൾ ഒരു SL വെക്കാൻ പറ്റിയ ഏരിയ ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. ഇതിൻ്റെ മുകളിൽ റീറ്റെയിൽ വെച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉള്ളത്. കണ്ടോ, ഇതിൻ്റെ മുകളിലാണ്. കാരണം ഇവിടെ സെല്ല് ചെയ്ത ആളുടെയും ഇവിടെ സെല്ല് ചെയ്ത ആളുടെയും ഒക്കെ SL എവിടെയായിരിക്കും? ഇവിടെ സെല്ല് ചെയ്ത ആളുടെ SL എന്താണ്? ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്, BSL. ലിക്വിഡിറ്റി പഠിക്കാത്തവർ പോയി പഠിക്കുക. നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മുകളിലാണ് ഉള്ളത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, SL ഫിക്സ് ചെയ്തു. ടാർഗറ്റ് എന്ത് ചെയ്തു? 1:2. എനിക്ക് 1:2 മതി. ഓക്കെ 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 നമുക്കിത് ഒഴിവാക്കാം. ഞാൻ എൻ്റെ എൻട്രി പഞ്ചായിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, നിങ്ങൾ അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പല ആളുകളും കോൺഫിഡൻ്റ് ആയിരിക്കും. എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ അടുത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ ടാർഗറ്റ്. ഓക്കെ, അവിടെയാണ് കളി മാറുക. നമുക്ക് ഓക്കെ കണ്ടല്ലേ, എന്താണ് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ അഗ്രസീവായിട്ട് പോകാൻ കാരണം എന്താണ്? നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി. പ്രൈസ് മുകളിലേക്ക് വന്ന് ഫസ്റ്റ് ടോപ്പ് ഉണ്ടാക്കി, സെക്കൻഡ് ടോപ്പ് ഉണ്ടാക്കി, പ്രൈസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരുപാട് പേര് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു രീതിയിൽ SL വെക്കാൻ കഴിയണമെന്നില്ല. ചിലർ ഇവിടെ SL വെക്കും, ഇവിടെ SL വെക്കും, ഇവിടെ SL വെക്കും, ഇവിടെ SL വെക്കും. ഓക്കെ, നോക്ക് നിങ്ങൾ, പ്രൈസ് ഒന്ന് റിവേഴ്സലായിട്ട് ഈ ഏരിയയിൽ എത്തപ്പോൾ എന്താ, ഇവിടെയുള്ള SL കട്ടകേറിഞ്ഞിട്ട് അടിച്ചു പോയി. നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഡബിൾ ടോപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഗ്രസീവായിട്ട് എൻട്രി എടുക്കും. ഓക്കെ, അവരിവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവും. അവരുടെയൊക്കെ SL ചിലപ്പോൾ ഈ ഒരു ലെവൽ വരെ SL വെക്കാൻ എല്ലാവർക്കും കഴിഞ്ഞു തരില്ല. ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, ഹ്യൂജ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അവർ കുറച്ച് ഇവിടെ വെക്കും. ഓക്കെ, അതിനുശേഷം പ്രൈസ് ഒന്ന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർ ഇവിടെ എൻട്രി എടുക്കും. അവരുടെ SL ആയിരിക്കും ഇവിടെ ഉണ്ടാവും. SL ഇവിടെ ഉണ്ടാവും, SL ഇവിടെ ഉണ്ടാവും, SL ഇവിടെ ഉണ്ടാവും. അപ്പം എന്താണ്, ആക്ച്വലി ഇവിടെ ഉള്ള മുഴുവൻ SL എന്തായി, മാർക്കറ്റ് ട്രാപ്പ് ചെയ്ത് ഓക്കെ, മാർക്കറ്റ് ആക്ച്വൽ മൂവ് മാർക്കറ്റ് നടത്തി. ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡബിൾ ബോട്ടമാണ് പറയുന്നത്. ഓക്കെ, ഡബിൾ ബോട്ടം പറയുമ്പോൾ എന്താണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിലൊരു നെക്ക് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലെ നെക്ക് ലൈൻ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടം, പ്രൈസ് താഴേക്ക് വന്ന് കണ്ടില്ലേ, ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് ഷാർപ്പായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, എന്താണ്, ഡബിൾ ബോട്ടത്തിൽ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ ഇവിടെ ഒരു ലോങ് എൻട്രി എടുക്കുന്നു, SL ഇവിടെ വെക്കുന്നു. SL എവിടെയാണ്, നമ്മൾ ഇത് പഠിപ്പിച്ച പ്രകാരം എവിടെയാണ്, ഇതിൻ്റെ താഴെയാണ് വെക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അഗ്രസീവായിട്ട് ഇത് മാർക്കറ്റ് മുകളിൽ പോയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് എന്താണ് എൻട്രി മിസ്സായിട്ടുണ്ടാവും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു അഗ്രസീവായിട്ട് എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അടിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അറൗണ്ട് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് വെക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രൈസ് ആദ്യം മുകളിലേക്ക് പോകും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡബിൾ ബോട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഒരു ബോട്ടം, ഈ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യും. നമ്മൾ കറക്റ്റ് സ്ഥലത്തു നിന്നായിരിക്കും ഇവിടെ നിന്ന് എൻട്രി വന്നിട്ടുണ്ടാവുക. ഓക്കെ, നമ്മുടെ എൻട്രി ഇവിടെ വരും, SL ഇവിടെ വരും, ഈ ഒരു SL വരും, ടാർഗറ്റ് ഈ ഒരു ഹൈ വരും. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇപ്പം ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ലെവലിൽ വെച്ചാണ് ആളുകൾക്കാണെങ്കിൽ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അഗ്രസീവായിട്ട് താഴേക്ക് പോയി. എന്താണ്, ICT പ്രകാരം അല്ലെങ്കിൽ ICT പ്രകാരം നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് സെല്ലിംഗ് പോയിന്റ് വന്ന ഏരിയയാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഹ്യൂജ് സെല്ലിംഗ് ഓർഡർ കണ്ടില്ല. ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം എന്താണ്, പ്രൈസിനെ ലിക്വിഡിറ്റി ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കയറ്റിയാണ്, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ആയിട്ട് തിരിച്ച് കയറ്റിയാണ്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളുടെ SL ഈ ഒരു ഏരിയയിൽ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു, അവിടെ കുറേ ആൾക്കാർ SL അതിൻ്റെ താഴെ ഉണ്ടാവും. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഇതൊക്കെ സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ ഓർഡർ ഇട്ട് വെച്ച സ്ഥലം ഏതാണ്, ഈ ഏരിയ. ആ ഓർഡർ ഇട്ട് വെച്ച സ്ഥലത്തേക്കാണ് മാർക്കറ്റ് പോകുന്നത്. അവിടെ രണ്ടാമത് അവർ ഓർഡർ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
താഴേക്ക് എന്താ ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി നമ്മളുടെ ഡബിൾ ബോട്ടത്തിൽ വെച്ച ലിക്വിഡിറ്റി മുഴുവൻ മാർക്കറ്റ് എടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ താഴെയാണ് ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ മുകളിൽ താഴെയാണ്. ഇതിൻ്റെ താഴെയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇല്ല. ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ താഴെ ഉണ്ടാവും. തിരിച്ച് താഴേക്ക് വന്നാൽ മതി ഈ ഡബിൾ ബോട്ടത്തിൽ റീടെസ്റ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ. അവരുടെ എസ് എൽ എവിടെയായിരിക്കും? ചിലപ്പോൾ ഈ ഒരു ഏരിയയിലായിരിക്കും എസ് എൽ. ഈ ഒരു ഏരിയയിൽ എന്താണ് എസ് എസ് എൽ ഉണ്ട്. മാർക്കറ്റ് തിരിച്ചൊന്ന് മുകളിലേക്ക് പോയിട്ട് എന്താണ് അവിടുന്ന് ഒറ്റയടിക്ക് മാർക്കറ്റ് താഴേക്ക് പോയി. കാരണം എന്താണ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഒരു ട്രെൻഡ് ലൈൻ പോലെ മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. ഇതാണ് ഡബിൾ ബോട്ടത്തിൻ്റെയും ഡബിൾ ടോപ്പിൻ്റെയും ഏകദേശം ഒരു എന്താണ് സ്ട്രക്ചറും അതിൽ നമ്മൾ എങ്ങനെയാണ് ട്രാപ്പ് ആവുന്നതും ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി എന്താണ് ഈ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു എന്താണ് നമ്മുടെ ഒരു ഡെർവാസ് ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഡെർവാസ് ബോക്സ് ക്രിയേറ്റ് ആണ്? ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൺസോൾട്ടേഷൻ ആണ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ മുഴുവൻ കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ട്രയാങ്കിൾ റേഞ്ച് ബ്രേക്ക് ഔട്ടിനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം പ്രൈസ് കുറേ നേരമായിട്ട് ഈ ഒരു ലെവലിൽ, അപ്പം എന്താണ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലും ഇവിടെ ഒരു സപ്പോർട്ട് ലെവലും ക്രിയേറ്റ് ആയി നിൽക്കുകയാണ്. ഓക്കെ, ഞാനൊരു റീറ്റെയിൽ ചിന്താഗതിയിൽ എൻ്റെ എൻട്രി എവിടെയായിരിക്കും? ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എൻട്രിയും അതുപോലെ തന്നെ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴേക്ക് ഒരു എൻട്രിയും എടുക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു മുകളിലേക്ക്, കാരണം ബയേഴ്സ് എല്ലാം മുകളിലേക്ക് കയറ്റുകയാണല്ലോ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ICT-യുടെ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് ബയേഴ്സ് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബയേഴ്സിൻ്റെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഈ താഴെയും ഇവിടുന്ന് സെല്ല് ചെയ്ത ആളുകളുടെ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ ബൈ സ്റ്റോപ്പ് മുകളിലും ഉണ്ടാവും. ഓക്കെ, നമുക്കത് വിടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി എടുത്ത് നോക്കാം. അതിന് ഒരു ബ്രേക്ക് ഔട്ട് വരണം. ആക്ച്വലി നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് ഐഡിയലി എവിടെയാണ് ഇടുന്നത്? നമുക്ക് ഇതിൻ്റെ താഴെ കണ്ടോ ഒരു ലോ അല്ലേ, അതിൻ്റെ താഴെ ഞാൻ ഇടുന്നു. ഒരു 1:2. ഓക്കെ, 1:2 ആണ് ഞാൻ ഇടുന്നത്. ഓക്കെ, നോക്ക് നിങ്ങൾ. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ജസ്റ്റ് ഇത് ഒഴിവാക്കിയാൽ ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ലോജിക്ക് എന്താണ്? ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു സെൽ സ്റ്റോപ്പ് നമ്മളൊരു റേഞ്ച് കാണുകയാണെങ്കിൽ ഈ ഏരിയയിൽ എന്തായിരിക്കും? ഈ ഒരു ഏരിയയിൽ മുഴുവൻ സെൽ ഓർഡേഴ്സ് ആയിരിക്കും. ഇവിടെ പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്ക് വന്നാൽ എന്താണ് ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പറയുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ താഴേക്കാണ് പ്രൈസ് വരിക. ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് കാണുമ്പോൾ എന്താണ് പ്രൈസ് മുകളിലേക്ക് വരുന്നു. നമുക്ക് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ പോലെ ദർവാസ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദർവാസ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് വരുന്നു. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു. ഏത് ഭാഗത്തേക്കാണ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നെങ്കിൽ ആ ഭാഗത്തേക്ക് എൻട്രി, മുകളിലേക്കോ താഴേക്കോ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. കാരണം പ്രൈസിൻ്റെ ആ ഒരു മൊമെൻറ്റ് മുകളിലേക്കാണ്. മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. പ്രൈസ് ആ ഒരു ഓക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു എൻട്രി മുകളിലേക്ക് എടുക്കുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എനിക്ക് വെക്കാം. ഈ ഒരു ഏരിയ ഞാൻ എന്തായാലും കുറച്ചുകൂടെ സേഫായിട്ട് ഞാൻ താഴേക്കാണ് എൻട്രി വെക്കുന്നത്. ഓക്കെ, എൻ്റെ ഒരു 1:2 ഏരിയ എടുക്കുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഓക്കെ എൻട്രി 5 സ്റ്റോപ്പ് ലോസ് അടിച്ച്. എന്താണ് കാരണം ഒന്നുമില്ല. ഈ റേഞ്ചിൻ്റെ മുകളിലും സ്റ്റോപ്പ് ലോസ് ഉണ്ട്, താഴെയും സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആദ്യം നമ്മൾ ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചിട്ട് ഈ മുകളിലുള്ള സ്റ്റോപ്പ് ലോസ് എല്ലാം ഹിറ്റ് ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു? താഴേക്കുള്ള സ്റ്റോപ്പ് ലോസും എടുത്തു മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ റീസൺ ഫോർ ദ പാറ്റേൺ ഫെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ ഡെർവാസ് ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു കൺസോൾട്ടേഷൻ ആയിരിക്കും മാർക്കറ്റ്. ഓക്കെ, ഇവിടെ താഴേക്ക് മാർക്കറ്റിനെ സെല്ല് ചെയ്യുന്ന ആളുകളും മാർക്കറ്റിനെ ഇവിടുന്ന് മുകളിലേക്ക് സെല്ല് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ഈ ഒരു ഏരിയയിലായിരിക്കും. ഈ ഒരു ഏരിയയിലും ആയിരിക്കും. ഓക്കെ, ഒരു റെക്റ്റാങ്കിളിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിലൊരു കൺസോൾട്ടേഷൻ നടക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വരാൻ കാരണം ഇവിടുന്ന് താഴേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യുകയാണ് സെല്ലേഴ്സ്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് മുകളിലും ഇവിടുന്ന് താഴെ നിന്ന് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് ബയേഴ്സ് പുഷ് ചെയ്യുകയാണ്.
ഓക്കെ, അവരുടെ സ്റ്റോപ്പ് ലോസ് ചെയ്യാനില്ല. പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് ബൈ സ്റ്റോപ്പ് എടുത്തിട്ട് സെൽ സ്റ്റോപ്പ് എടുക്കും, അല്ലെങ്കിൽ എന്താ ചെയ്യും? സെൽ സ്റ്റോപ്പ് എടുത്തിട്ട് ബൈ സ്റ്റോപ്പ് എടുക്കും. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇനി നേരെ കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്? നേരെ കൺക്ലൂഷനിലേക്ക് പോകണം. ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ ഓഫ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ചാറ്റ് പാറ്റേൺസിനെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂവിൽ പോവുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ലിക്വിഡിറ്റി ജനറേറ്റിംഗ് ടൂൾ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷന് ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാനുള്ളൊരു ടൂളാണ് പാറ്റേൺസ്. നമ്മളിപ്പോൾ ഒരു 4 പാറ്റേൺസ് പറഞ്ഞു, 4 ഒന്നല്ല, ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷന് ചാറ്റ് പാറ്റേൺസിൻ്റെ വ്യൂ എന്താണ്? അവർക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ്. കാരണം എന്താണ്? ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്താൽ സെല്ലെടുക്കും, ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്താൽ ബൈ എടുക്കും, ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്താൽ സെല്ലെടുക്കും, ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്താൽ ബൈ എടുക്കും. ഒരു ഇൻ കേസ് ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങോട്ടാണോ നമ്മൾ ബ്രേക്ക് ഔട്ട് കൊടുക്കുന്നത്, ആ ബ്രേക്ക് ഔട്ടിൻ്റെ കൂടെ ഇവന്മാർ പോയിക്കോളും എന്നുള്ള ഒരു 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 ഇൻറ്റൻഷൻ ഇവർക്കുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് എന്ത്? ചാറ്റ് പാറ്റേൺസ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ രണ്ടാമത്തത് എന്താണ്? ഏർലി എൻട്രി ആൻഡ് ഇൻഡ്യൂസിങ്. ഏർലി എൻട്രി ആൻഡ് ഇൻഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിച്ചു. ഓക്കെ, പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ എന്താണ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. പക്ഷേ എന്താണ്? നമ്മൾക്ക് ഇവിടെ എൻട്രി എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ കാണിച്ചിട്ട് ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമ്മളുടെ ഇമോഷൻ മാറിയിട്ട് നമ്മൾ ഇവിടെ ഏർലി എൻട്രി എടുക്കും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇടും. അതുപോലെ ഈ ഏരിയയിലേക്ക് എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ തന്നെ ഇൻഡ്യൂസ് ചെയ്യിക്കുക, നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. എൻട്രി എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ എൻട്രിയിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ചാർട്ട് പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? അവർ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ലിക്വിഡിറ്റി, ആ ഒരു ചാറ്റ് പാറ്റേൺസിൻ്റെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ഒരു ചാറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ജനറേഷൻ ആൻഡ് ലിക്വിഡിറ്റി അട്രാക്ഷന് വേണ്ടി ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ് ചാറ്റ് പാറ്റേൺസ്. ഓക്കെ, ചാറ്റ് പാറ്റേൺസ് എപ്പോഴും ഫെയിൽ ആകും എന്നല്ല പറയുന്നത്. ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം നമ്മൾ ചാറ്റ് പാറ്റേൺസ് കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. കാരണം ലോവർ ടൈം ഫ്രെയിമിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ചാർട്ട് പാറ്റേൺസിനേക്കാൾ കുറച്ചുകൂടി ആക്യുറസി ആയിരിക്കും എന്തിൽ? ഹയർ ടൈം ഫ്രെയിം. അതുപോലെ നിങ്ങൾ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്സ്, 50 മിനിറ്റ് ഈ ലെവലിലുള്ള ചാറ്റ് പാറ്റേൺസൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ചാറ്റ് പാറ്റേൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിലുള്ള 1 അവർ, 4 അവർ, 1 ഡേ ഈ ഒരു ചാറ്റ് പാറ്റേൺസിനൊക്കെ കൂടുതൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.